ഹലോ മക്കളെ, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, CBSEയിൽ 10ാം ക്ലാസ്സിലെ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ അല്ലേ. പക്ഷെ എന്താണ്, അത് ചെറുതാക്കി കുറച്ച് സമയം കൊണ്ട് മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ ഈ ക്ലാസ് നല്ല വൃത്തിക്ക് ക്ഷമയിൽ ഒരു നോട്ടും ഒരു പെന്നും ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫ് പ്രോസസ്സ് ഫുൾ മാർക്ക് അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ. തുടങ്ങുന്നതിന് മുമ്പ് മിസ്സിനെ പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് നഹാനുൽ ഹലീബി. പേരെന്നെ ഒരു ബയോളജിക്കൽ നെയിം ആട്ടോ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. 2 പേരായതുകൊണ്ടാണ് നഹാനുൽ ഹലീബി, ഹലീബി മാം എന്നൊക്കെ വിളിക്കുക. അപ്പൊ നമ്മൾ എന്താണ്, സമയം കളയാതെ ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാണ്. കാരണം മിസ് ആദ്യമേ പറഞ്ഞു, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വലിയൊരു ചാപ്റ്ററാ, ഒരു 3 മണിക്കൂറിന്റെ ചാപ്റ്ററാ. പക്ഷെ നമ്മൾ എന്താണ്, കുറച്ച് സമയം കൊണ്ട് ഇത് തീർക്കാൻ നോക്കാണ് കേട്ടോ. നോക്കിയാലോ. അപ്പൊ ലൈഫ് പ്രോസസ്സിലേക്ക് പോവാം. എന്താണ് ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാല്? എന്താണ് ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാല്? ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഒന്നുമില്ല. ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താ അറിയോ? നമ്മൾ ജീവൻ നിലനിൽക്കാൻ വേണ്ട മെയിൻ്റനൻസ് പ്രോസസ്സ്. എല്ലാത്തിനും ഒരു മെയിൻ്റനൻസ് വേണ്ടടാ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കി നോക്ക്. നിങ്ങൾ മിക്സി അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ലീക്കാവുണ്ടാവും. ഫാന് കറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇന്നലെ വരെ കറങ്ങിയ ഫാന് പെട്ടെന്ന് ഇന്നെന്താണ്, സ്ലോ ആയിട്ടാ കറങ്ങുന്നത് അല്ലേ. വാഷിംഗ് മെഷീൻ കേടാവും, AC കേടാവും. അച്ഛനും അമ്മയും തന്നെ നോക്ക്, നിങ്ങൾ ചെറുതാവുമ്പോൾ ഉള്ള പോലെയാണോ? എന്താ, ഒരു വയസ്സായി വരുമ്പോൾ കുറച്ച് എന്താണ് വീക്കായി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ലോകത്തിലുള്ള സകലമായ സാധനവും എന്താവും, നാശമാവും. പക്ഷെ എന്താണ്, അത് നശിച്ച് കംപ്ലീറ്റ് ആയിട്ട് നശിക്കുന്നത് വരെ നമുക്ക് എന്ത് വേണം? മെയിൻ്റനൻസ് പ്രോസസ് ചെയ്യണം. മെയിൻ്റനൻസ് പ്രോസസ്സിനെയാണ് ലൈഫ് പ്രോസസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഓ മെയിൻറ്റെയിൻ ചെയ്യാൻ റീപ്രൊഡക്ഷൻ ലൈഫ് പ്രോസസ്സിൽ പെടൂലടാ. കാരണം എന്താ, അത് പുതിയ ലൈഫിനെ ഉണ്ടാക്കുകയാണല്ലോ. അപ്പൊ അത് പെടൂല. അതല്ലാതെ ഉള്ള ലൈഫ് നിലനിർത്താൻ, ഉള്ള ലൈഫ് എക്സിസ്റ്റ് ചെയ്യാൻ, എക്സിസ്റ്റിംഗ് ലൈഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രോസസ്സ് നടക്കുന്നതാണ് ലൈഫ് പ്രോസസ്സുകൾ. ഏതൊക്കെയാണ് അത് നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ലൈഫ് പ്രോസസ് എന്നറിയോ? ഒന്ന് ന്യൂട്രീഷൻ, രണ്ടാമത്തത് എന്താണ്, റെസ്പിറേഷൻ. ന്യൂട്രീഷൻ നമ്മൾ പഠിക്കും, റെസ്പിറേഷൻ നമ്മൾ പഠിക്കും, ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പഠിക്കും. പിന്നെ എന്ത് പഠിക്കും? പിന്നെ നമ്മൾ എക്സ്ക്രീഷൻ പഠിക്കും. ന്യൂട്രീഷൻ പഠിക്കും, പിന്നെ റെസ്പിറേഷൻ പഠിക്കും, പിന്നെ എന്ത് പഠിക്കും? ട്രാൻസ്പോർട്ടേഷൻ പഠിക്കും, പിന്നെ നമ്മൾ എക്സ്ക്രീഷൻ പഠിക്കും. ഇത്രയും പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് പ്രോസസ്സ് സെറ്റാടാ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. നമ്മളെന്താണ്, ഇങ്ങനെയുള്ള ഈ സ്ലൈഡിലൊന്നും നമ്മൾ വല്ലാണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഈ ചാപ്റ്റർ ബെഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലാണ്. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓർഗാനിസം ഭക്ഷണം കഴിക്കുന്നു, അത് ബോഡിയിൽ എന്താ ഉപയോഗപ്രദമാക്കുന്നു, എന്നിട്ട് നമ്മൾ നമ്മളുടെ ജീവൻ സുരക്ഷിതമാക്കുന്നു അല്ലേ. അതാണ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോ ഈ ന്യൂട്രീഷൻ ഏതൊക്കെ തരം എങ്ങനെയൊക്കെയാന്നുള്ളതാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വലിയ സംഭവമായിട്ടുള്ള സ്ലൈഡ്സ് ഒന്നും നോക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ലഘൂകരിച്ച് പഠിക്കാം. ഓക്കെ, എടാ ന്യൂട്രീഷൻ പഠിക്കുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ന്യൂട്രീഷൻ. ഓക്കെ, ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് ന്യൂട്രീഷൻ നമ്മൾ പഠിക്കും. ഏതൊക്കെയാണത്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. ഓക്കെ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, പിന്നെന്താണ്? ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ്. അതായത് സെൽഫായിട്ട് സിന്തസൈസ് ചെയ്യുക. ചില ഓർഗാനിസത്തിന് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുക എന്താണ്, നമുക്ക് ആലോചിച്ചാൽ മതി, ഓ അമ്മ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലേ, ചേച്ചി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, മാമന്റെ ഭാര്യ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, അപ്പൊ അവരൊക്കെ ഓട്ടോട്രോഫ്സാ. ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ലടാ. എന്താണ്, നമ്മൾ മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അന്തരീക്ഷത്തിൽ നിന്നും കിട്ടുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്
എന്താണ് സ്വന്തമായിട്ട് ശരീരത്തിൻ്റെ അകത്ത് സ്വന്തമായിട്ട് ജീവൻ നിലനിൽക്കാനുള്ള പോഷകം ഉൽപ്പാദിപ്പിക്കുന്നതാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ, ഓട്ടോട്രോഫിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവർ കടയിൽ പോയിട്ട് സാധനം വാങ്ങി അവർ ചീരയോ അരിയോ ഉള്ളിയോ തക്കാളിയോ ഒന്നും വാങ്ങുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ചില ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവർ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന സൺലൈറ്റോ അല്ലെങ്കിൽ വല്ല കെമിക്കലോ ഉപയോഗിച്ചിട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, കുറച്ച് വാട്ടർ അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ട് എന്താക്കും? ശരീരത്തിൽ പോഷക സമ്പന്നമാക്കി ആരോഗ്യപ്രദമായിരിക്കും. അതാണ് എന്ത്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ. ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എക്സാമ്പിൾ എന്താണ്? പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? ഗ്രീൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പ്ലാന്റ്? പ്ലാന്റ് എന്താ ചെയ്യുക? അവര് നമുക്കറിയാം അല്ലേ, അവരുടെ സ്റ്റൊമാറ്റ ഇലയിലുള്ള കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങൾ, അതിലൂടെ എന്ത് ചെയ്യും? അതിലൂടെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും ലീവ്സിൽ. ആ കുഞ്ഞു കുഞ്ഞു ഹോൾസിലൂടെ എന്ത് ചെയ്യും? ഗ്യാസ് ഇലന്റെ അകത്തേക്ക് കയറും. ഇലയുടെ അകത്തേക്ക് എന്ത് ചെയ്യും? അതിലുള്ള സ്മോൾ ഹോൾസിലൂടെ ഗ്യാസ് അകത്തേക്ക് കയറും. ആ ഗ്യാസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, നമ്മളുടെ ചുറ്റിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് അതേപോലെ റൂട്ട് ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. അതെങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കാൻ? അവർക്ക് എന്ത് വേണം? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആക്കുകയൊക്കെ വേണം. നമ്മളെപ്പോലെ എന്താണ് അടുക്കളയും കത്തിയും പാത്രങ്ങളൊന്നും ഇല്ല അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് സൺലൈറ്റിനെ ഉപയോഗിച്ചിട്ട് അതിനെന്താക്കുക? കെമിക്കൽ എനർജി ആക്കി മാറ്റാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണെന്ത്? ഓട്ടോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ്സ് മാത്രമല്ല ചില ബാക്ടീരിയാസിനും ചെയ്യാൻ പറ്റും. പ്ലാന്റ്സും ബാക്ടീരിയയും ഓട്ടോട്രോഫ്സ് ആണ്. പ്ലാന്റ്സ് മാത്രമല്ല ബാക്ടീരിയയും. ബാക്ടീരിയൻ എന്താണ്? ഓട്ടോട്രോഫിക് ബാക്ടീരിയകൾ ഉണ്ട് കേട്ടോ. ഫോട്ടോ ഓട്ടോട്രോഫ്സും ഉണ്ട്, കീമോ ഓട്ടോട്രോഫ്സും ഉണ്ട്. വാട്ട് ഇസ് ഫോട്ടോ ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ? ഫോട്ടോ ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാല് സൺലൈറ്റിന്റെ പ്രസൻസിൽ ഭക്ഷണം ഉണ്ടാക്കുക. എന്നാൽ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാലോ സൺലൈറ്റിന്റെ അഭാവത്തിൽ, സൺലൈറ്റ് ഇല്ലാതെ പകരം എന്തുപയോഗിക്കുക? സൺലൈറ്റിന് പകരം കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചു. ഓക്കെ, സൺലൈറ്റിന് പകരം അവരെന്താ ചെയ്യുന്നത്? കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചു. സൾഫർ ബാക്ടീരിയ, സൾഫർ ഉപയോഗിച്ചു. കീമോ ഓട്ടോട്രോഫ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? കീമോ ഓട്ടോട്രോഫ്. ഓക്കെ, മിസ് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? കീമോ ഓട്ടോട്രോഫ്സ് എക്സാമ്പിൾ ഏതാണ്? സൾഫർ ബാക്ടീരിയ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ, ഹെറ്ററോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ജീവി മറ്റൊരു ജീവിനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ആർ ഹെറ്ററോട്രോഫ്സ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ആയല്ലോ. സി, വി ആർ ടോക്കിംഗ് അബൌട്ട് ന്യൂട്രീഷൻ അല്ലേ? ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ഇനി നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ ന്യൂട്രീഷൻ ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ന്യൂട്രീഷൻ ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സം ഓർഗാനിസംസ് യൂസ് സിമ്പിൾ ഫുഡ് മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ഫ്രം ഇനോർഗാനിക് സോഴ്സസ് സച്ച് ആസ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ആരാണ്? പ്ലാന്റ് എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എന്ത്? വാട്ടറും ഉപയോഗിച്ചു. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ദാറ്റ് ആർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് അല്ലേ? ഇനി എന്താണ്? അത് ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. എന്തിന്റെ പ്രസൻസിൽ? സൺലൈറ്റിന്റെ പ്രസൻസിൽ. ആരാ അങ്ങനെ ഉണ്ടാക്കണത്? പ്ലാന്റ്സ് ആണ് അങ്ങനെ ഉണ്ടാക്കണത്. ആ പ്രോസസ്സിന് നമ്മൾ പഠിച്ച പേരെന്താണ്? ചെറുതിലേ നമ്മൾ പഠിച്ചു വരുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ്? ഫോട്ടോസിന്തസിസ്. എന്താ പറയാ? ഫോട്ടോസിന്തസിസ്. എന്താ പറയാ മക്കളെ? ഫോട്ടോസിന്തസിസ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഫോട്ടോസിന്തസിസ്. ഓട്ടോട്രോഫ്സ് ആണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഓട്ടോട്രോഫ്സ് ആണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. മിസ് കുറേ കാലമായിട്ട് 10ാം ക്ലാസ്സിൽ ഇതേ ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താണ് വളരെ ചെറുതായിട്ട് സൂപ്പർഫിഷ്യൽ ആയിട്ട് പറഞ്ഞു പോയാൽ മതി. ഇവിടെ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രം മതി കേട്ടോ. സി മൈ ഡിയേഴ്സ്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ മിസ് പറഞ്ഞ കാര്യങ്ങളാണ്. സൺലൈറ്റ്
അല്ലെ? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? സൺലൈറ്റ് കിട്ടുന്നു പ്ലാന്റിന് എന്ന് പറഞ്ഞു അല്ലെ? നമുക്കൊക്കെ അങ്ങനെയാണ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്തൂടെ? പറ്റോ? നമുക്ക് അങ്ങനെ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റോ? പറ്റില്ല. കാരണം എന്താണ്? ഈ ലീവ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ലീവ്സിന്റെ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ അതിലെന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൽ ഓർഗനൽ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പിഗ്മെന്റ്സ് ഉണ്ട് അല്ലെ? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ആന്തോസൈനിൻ, സാന്തോഫിൽ, കുറെ പിഗ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റിന്റെ, ക്ലോറോഫിൽ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? മിസ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഒക്കെ മായിച്ചാളോ. ഡിലീറ്റ്. എന്താണ്? ലീഫിന്റെ അകത്ത് ഇതൊരു ലീഫാണ് വിചാരിച്ചോ, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാടാ മക്കളെ. കാരണം എന്താ അറിയോ? അടിപൊളി ഡ്രോയിങ് ചെയ്യുന്ന ടീച്ചറെ കിട്ടിയ. കണ്ടോ ലീഫ്? കണ്ടോ? ഒരു ഒറിജിനൽ ലീഫ് പോലല്ലേ? ഈ ലീഫിന്റെ അകത്ത് ലീഫിന്റെ സെല്ലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് സാധനം കാണാൻ പറ്റും. എന്താണത്? ക്ലോറോപ്ലാസ്റ്റ്. എന്താണത്? ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് എന്ത് കാണാൻ പറ്റും? ക്ലോറോഫില്ലുകൾ കാണാൻ പറ്റും. ഈ ക്ലോറോഫില്ലിന്റെ പ്രത്യേകത എന്താ? സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഈ സൺലൈറ്റ് എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിനെ സ്പ്ലിറ്റ് ആക്കാൻ. എന്നിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സ്പ്ലിറ്റ് ആയാൽ പിന്നെ നമുക്ക് എന്താ കിട്ടുക? കാർബൺ കിട്ടും, ഓക്സിജൻ കിട്ടും, ഹൈഡ്രജൻ കിട്ടും, ഓക്സിജൻ കിട്ടും അല്ലെ? ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം കൂടി എന്താവും? പിന്നീട് വേറെ മാതിരി അവർ കൂടിച്ചേരും. കാർബണും ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസ് കിട്ടും. എന്ത് കിട്ടും? C6H12O6 ഗ്ലൂക്കോസ് കിട്ടും. എന്താ കിട്ടുക? C6H12O6 ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, ഈ ഗ്ലൂക്കോസ് ആണ് ശരിക്കും എന്ത്? പ്ലാന്റിന്റെ പ്രോഡക്റ്റ്, ഫോട്ടോസിന്തസിന്റെ പ്രോഡക്റ്റ്. ഈ ഗ്ലൂക്കോസ് അവർക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അതിനെ സ്റ്റാർച്ച് ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? അവരത് പ്ലാന്റിൽ സ്റ്റോർ ആക്കും. സ്റ്റോർ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? പ്ലാന്റിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഈ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കിയ ഗ്ലൂക്കോസിന് സ്റ്റാർച്ച് ആയിരിക്കുന്ന ഈ സ്റ്റാർച്ചിനെ അവർ സുക്രോസ് ആക്കി മാറ്റും. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, സുക്രോസ് സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? സുക്രോസ് ആക്കി മാറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ചിത്രം കാണാൻ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ. ഈ ചിത്രം മിസ് പേപ്പറൊക്കെ നമ്മൾ നോക്കാൻ പോകില്ലേ? CBSE ബോർഡ് എക്സാം നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ 2022 23 ഉള്ള ആനുവൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമുക്ക് ഡിഫറെന്റ് ലെയേഴ്സ് കാണാം. ഇതെന്താണ്? ഇത് എപ്പിഡെർമൽ ലെയർ ആണ്. ഇതെന്താണ്? എപ്പിഡെർമൽ ലെയർ ആണ്. ഇതും എപ്പിഡെർമൽ, അതായത് ഏറ്റവും അറ്റത്ത് നമ്മൾ കാണുന്ന ലെയർ, ലീഫിന്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ കാണുന്ന ലെയർ ആണ് എപ്പിഡെർമൽ ലെയർ. ഈ എപ്പിഡെർമൽ ലെയറിൽ സ്ട്രൊമാറ്റിൻ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പ്രധാനമായിട്ടും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് പോലെയുള്ള സംഭവങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീസോഫിൽ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു മിഡിൽ ലെയർ, സെക്കൻഡ്, അതായത് ഇതിങ്ങനെ നമ്പർ ചെയ്യും. ദിസ് വൺ ഇസ് 1, ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തേ 2, 3, 4. ഓക്കെ, ഇതിൽ ഏത് ലെയറിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയറിലാണോ, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ആണോ, സെക്കൻഡ് ആൻഡ് തേർഡ് ആണോ, ഫസ്റ്റ് ആൻഡ് തേർഡ് ആണോ, ഫോർത്ത് ആൻഡ് തേർഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കേട്ടോ. ഇനി എന്താണ് ഈ ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ്? എൻ്റെ പൊന്നു മക്കൾ നോക്കി വെച്ചേ പറ്റൂ. ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ് എന്ത് ചെയ്യണം? ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ് നോക്കിയേക്കണം. എന്താണ് ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ്? ഏതൊക്കെയാണ്? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. Absorption of light energy by chlorophyll. That is the first step. Second step is conversion of light energy to chemical energy. Conversion of light energy to chemical energy. Conversion of light energy ne chemical energy ആക്കി മാറ്റുക. That is the second thing. So ഈ chemical energy ആക്കി മാറ്റുന്നു. എന്താണ്? Splitting of water molecules into hydrogen and oxygen. മാം പറഞ്ഞു അല്ലേ? Splitting of water molecule into hydrogen and oxygen. And see, reduction of carbon dioxide reduction നടന്നിട്ട് എന്തുണ്ടാവും? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും അല്ലേ? These are the events of photosynthesis. Please go through it. Okay, ഇനി എന്താണ്? ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. These steps need not occur in sequence immediately. Okay, desert plants take up carbon dioxide at night and prepare an intermediate. It is acted upon by the energy absorbed by chlorophyll during the day. ആ പോയിന്റ് ഒന്ന് മനസ്സിലോർത്ത് വെക്കണം. ഡെസേർട്ട് പ്ലാന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും അല്ലേ?
നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ. ഈസ് ക്ലോറോഫിൽ ഇസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദാറ്റ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. ഇതൊക്കെ തെളിയിക്കാനായിട്ട് നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് ആർ ഗിവൺ ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ എന്താണ് ആ ആക്ടിവിറ്റി ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ട് ഒന്ന് നോക്കണേ. കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഇസ് ദ യൂസ് ഓഫ് KOH. KOH ആക്ച്വലി ആ ഒരു ബെൽജാർ എക്സ്പെരിമെന്റിൽ KOHന്റെ റോള് ചോദിക്കുന്നുണ്ട്. KOH എന്താ ചെയ്യുന്നത്? കൺസംഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റന്റെ പ്രത്യേകത എന്താണ്? ലീവ്സിൽ മിസ് പറഞ്ഞു എപ്പിഡർമൽ ലെയറിൽ, ലോവർ എപ്പിഡർമിസിലാണ് സ്റ്റൊമാറ്റ മെയിൻലി കാണുന്നത്. എന്താണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഹോൾസ്, there are some holes അല്ലേ, കുറച്ചിങ്ങനെ ഹോൾസ് ഉണ്ടാവും ലീവ്സിലെ എപ്പിഡർമൽ ലെയറിൽ. ദാറ്റ് ഇസ് ഗാർഡഡ് ബൈ പിയർ ഷേപ്ഡ് ഓർ ബീൻ ഷേപ്ഡ് ഗാർഡ് സെൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാരണം ഹോള് കണ്ടോ? ഈ ഹോൾ എന്താണ്? ദിസ് ഹോൾ is guarded by, see, guard cells അല്ലേ? This hole is guarded by guard cell. അപ്പൊ എന്താണ് അത് ഓർത്ത് വെക്കണം കേട്ടോ. that is stomata. Stomata ഓർത്ത് വെക്കണം. ഈ സ്റ്റൊമാറ്റ വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. സ്റ്റൊമാറ്റൻ വരയ്ക്കാനും ലേബൽ ചെയ്യാനും. സി സ്റ്റൊമാറ്റൽ പോർ. Can you see the stomatal pore? ഇനി എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. വാട്ട് ഇസ് ദിസ്? ക്ലോറോപ്ലാസ്റ്റ്. ഇത് എന്തായാലും ഓർത്ത് വെക്കണം. എന്തായാലും എക്സാമിന് ചോദിക്കാറുള്ള സാധനമാണ് സ്റ്റൊമാറ്റ ട്ടോ. ഗാർഡ് സെൽസ്. See, what is this? Gaseous exchange occurs in the leaves through stomata for photosynthesis. That is the first function of stomata. Stomatന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്താ പറഞ്ഞോളൂ? Gaseous exchange അല്ലേ? Gaseous exchange occur in the leaves through stomata for photosynthesis. It also occurs across the surface of stem, root and leaves. During this, much water is also lost through stomata. Gas exchange, water exchange. Excess water is there. If excess water is present in the plant, that will escape through the stomata. Stomatal pore escape ആയിക്കോളും. Okay, so water exchange is happening, then gas exchange is happening, and see, the opening and closing of stomatal pore is regulated by guard cells. When water flows into guard cell, they swell and pore opens. Okay, അപ്പോൾ there is a chance of asking one question from this part. എന്താണ് അത്? ആ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്താണ്? വെള്ളം കിട്ടാഞ്ഞാൽ ചെടികൾ എന്തുകൊണ്ടാ വാടിപ്പോകുന്നത്? വൈ പ്ലാന്റ്സ് ആർ ഗെറ്റിംഗ് വിൽറ്റഡ് ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് സഫിഷ്യന്റ് വാട്ടർ? ഇഫ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് വാട്ടർ, then what will happen? This guard cell will not swell. The guard cell will shrink and stomata will keep closed. So no gas exchange. Gas will not get into the plant. So no gas, no water, then no photosynthesis. It will lead to the wilting of plant, isn't it? ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ലെങ്കിൽ പ്ലാന്റ് വാടിപ്പോകും. അതേ സ്ഥാനത്ത് ഇഫ് ദർ ഇസ് സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, then what will happen? The stomatal guard cells will be swollen and it will open the stomatal pore, and so that gas exchange will take place. Sufficient quantity of carbon dioxide reached in the plant, that will lead to the process of photosynthesis. Photosynthesis will make the plant healthy, right? Isn't it? അപ്പോൾ അത് സെറ്റാണല്ലോ. See, this experiment I told, right? These many experiments are there that you have to focus. Okay, you have to make thorough that experiments. Don't skip it. അത് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളാട്ടോ. ഇനി എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം. നമ്മൾ ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ജീവികളെ ആശ്രയിക്കുക. ഓക്കെ, മറ്റ് ജീവികളെ ഭക്ഷണത്തിന് ആശ്രയിക്കുന്നതാണ് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹെട്രോട്രോഫിക് മോഡ് ഏതൊക്കെ തരം ഉണ്ടെന്ന് അറിയോ? അതായത് മിസ് ഇവിടെ എഴുതി തരാം. ഒന്ന് ഏതാണ്? ഒന്ന് പാരസൈറ്റിക് മോഡ് അല്ലേ? ഒന്ന് പാരസൈറ്റിസം, പിന്നെന്താണ്? ഒന്ന് സാപ്രോട്രോപ്സും, ഒന്ന് ഹോളോസോയിക്കും. 3 തരം ഉള്ളത്. സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ദെയർ, പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ദെയർ, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇസ് ദെയർ. ഓക്കെ, അപ്പൊ മിസ് എഴുതി തരാം കേട്ടോ. ഇതിലൊന്ന് തെരഞ്ഞാൽ കാണൂലടാ. സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ
സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇനി രണ്ടാമത്തെ ഏതാ? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. വെരി ഗുഡ്. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അയ്യോ, എൻ്റെ പാരസൈറ്റ് പോലെ തന്നെ എൻ്റെ എസ്. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഞാനൊന്ന് വെറുതെ ഒന്ന് ഒച്ചയും വിളി ഇട്ട് നോക്കിയതാ കേട്ടോ. അപ്പൊ അതവിടെ എസ് കൊളായി. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. പിന്നെ അടുത്തത് ഏതാണ്? ഹോളോസോയിക്. മൂന്നാമത്തത് ഏതാ? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഏതാണ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതിന് നമ്മൾ ഏതാ ഫസ്റ്റ് പറയാൻ പോകുന്നത്? നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സാപ്രോട്രോഫിക് മോഡ്. സാപ്രോട്രോഫ്സ്. എന്താണ് ഇവരുടെ പ്രത്യേകത? ഇവരിൽ ആരൊക്കെയാണ് പെടുന്നത്? എക്സാമ്പിൾ ഫംഗൈ അല്ലെങ്കിൽ എന്താണ്? മഷ്റൂം. ഓക്കെ, മിസ് മഷ്റൂമിനെടുത്തു. നോക്ക്, നമ്മളിങ്ങനെ കേരളത്തിൽ താമസിക്കുന്നതിനോട് നമ്മളിങ്ങനെ വഴിയിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്ന സാധാരണക്കാരാണല്ലോ. അപ്പൊ നമ്മൾ എന്താണ്, വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ മരത്തടികളൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടതൊക്കെ കാണാൻ പറ്റും അല്ലേ? വഴിയിൽ ഇങ്ങനെ മരത്തിന്റെ കഷ്ണങ്ങളൊക്കെ, അതായത് തെങ്ങ് മുറിച്ച കഷ്ണം അല്ലെങ്കിൽ തേക്ക് മുറിച്ച കഷ്ണം, അങ്ങനെ എന്തെങ്കിലും. തേക്കൊന്നും വഴി കാണൂല, എന്നാലും മിസ് വെറുതെ ഒന്ന് പറഞ്ഞ എന്താണ്, ഒരു തെങ്ങ് മുറിച്ച കഷ്ണം കണ്ടു. ആ തെങ്ങ് മുറിച്ചതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ മഷ്റൂം ഒക്കെ വളരുന്നത് അല്ലേ? മഷ്റൂം വളരുന്നത് കണ്ടിണോ? തെങ്ങ് മുറിച്ച കഷ്ണം കണ്ടിണോ? റോട്ടുമേലൊക്കെ ഇങ്ങനെ മരത്തിന്റെ ഒരു പീസ്. ഓക്കെ, അതിന്റെ മുകളിൽ എന്താണ്, ഇങ്ങനെ മഷ്റൂം ഒക്കെ വളരുന്നത് കാണാൻ പറ്റും. മഷ്റൂം ഇങ്ങനെ വളരാണ്. അപ്പൊ ഈ മഷ്റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതിനൊരു ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് റിലീസ് ആക്കണത്? ഈ തൊട്ടടുത്ത ഈ സറൗണ്ടിങ്സിലേക്ക്. അതിന് കളറ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതൊരു സംഭവം. കണ്ടാ, കുഞ്ഞു ഇങ്ങനെ കുത്തിയിട്ടുണ്ട് ഞാൻ. ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് തട്ടിയിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കൊണ്ട് സോഫ്റ്റ് ആയി പോവും. ഈ മരത്തിന്റെ ആ ഭാഗം, ആ കഷ്ണം എന്താവും? ഭയങ്കര സോഫ്റ്റ് ആയി പോവും. എന്നിട്ട് എന്താവും? അതിങ്ങനെ ജ്യൂസ് ആയി പോവും. ആ ജ്യൂസ് എന്ത് ചെയ്യും? മഷ്റൂം ഇങ്ങനെ വലിച്ചെടുക്കും. മഷ്റൂം വളർന്നു. ആ ഭാഗം എന്തായി? ആ ഭാഗം അവിടെ തീർന്ന്. മരം ഇപ്പൊ എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ മക്കളെ, ഇത്രയേ ഉള്ളൂ മരം. ഇനി എന്താണ്? ആ മഷ്റൂം എങ്ങോട്ട് പോയി? ആ മഷ്റൂം ഇവിടെ വളരുന്നുണ്ട്. ആ മഷ്റൂം എങ്ങോട്ടേയും പോയിണോ? ഇല്ല, ആ മഷ്റൂം ഇവിടെ വളരുന്നുണ്ട്. ഇനി എന്താണ്? ഡൈജസ്റ്റീവ് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഭാഗമൊക്കെ അങ്ങനെ എന്താക്കും? കഴിക്കും. സോ സാപ്രോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ദേ യൂഷ്വലി ടേക്ക് ന്യൂട്രിയൻസ് ഫ്രം ദ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഓക്കെ, സാപ്രോട്രോഫ്സിന്റെ പ്രത്യേകത ആണത്. ഇനി പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ വേഗം നോക്കാം. പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഏതാണ്? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മളുടെ തലയിൽ പേനൊക്കെ ഉണ്ടാവില്ലടാ? ഉണ്ടാവോ? അപ്പൊ മിസ്, ഈ മിസ് എന്തൊരു മിസ്സല്ലേ, ഒരലമ്പ് മിസ്. അങ്ങനെയൊക്കെ പേന് തലയിൽ പേന് എന്നൊക്കെ പറയാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതൊരു ജീവിയല്ലേ? എന്താണ്, അവർക്കും ഒരു ഡിഗ്നിറ്റി ഇല്ലേ പേനും? അപ്പൊ എന്താണ്, തലയിൽ നമുക്ക് എന്താണ് പേനൊക്കെ ഉണ്ടാവും. ഈ പേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? അവർ പാരസൈറ്റ്സാ. നമ്മൾ ഉണ്ടാക്കിയ നമ്മളുടെ ബോഡിയിൽ ഓടുന്ന രക്തമാണ് അവർ കുടിക്കുന്നത്. നമ്മളെ തലയിൽ താമസിച്ചിട്ട് നമ്മളെ കൊല്ലില്ല. വിത്തൗട്ട് കില്ലിങ്, ഓൺലി ഹാമിങ് അസ്. ഹോസ്റ്റിനെ ഹാം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹോസ്റ്റിന്റെ ബോഡിയിൽ നിന്നും എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുക്കലാണ് ആര് പണി? പാരസൈറ്റിന്റെ പണി. അപ്പൊ പാരസൈറ്റിന്റെ പണി മനസ്സിലായോ? അപ്പൊ അടിപൊളി പണിയാ അല്ലേ? പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എക്സാമ്പിൾ ആരാണ്? ഹെഡ്ലൈസ് അല്ലെങ്കിൽ കസ്ക്യൂട്ടാ, ലൊറാന്തസ് ഒക്കെ എഴുതാം. ഏതെങ്കിലും ഇത്തിക്കണ്ണി പാരസൈറ്റ് അല്ലേ? മണി പ്ലാന്റ് എന്താണ്? ഏതെങ്കിലും ചെടീന്റെ മുകളിലാണ് അത് വളരാ അല്ലെ? ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്ന അങ്ങനെയാണ്. ലൊറാന്തസും കസ്ക്യൂട്ട് എന്താണ്? ഭയങ്കര എക്സാമ്പിളാ അല്ലെ? പിന്നെ പാരസൈറ്റ് നമ്മൾ ഈ ഇതിലൊക്കെ കാണില്ലേ, മാങ്ങമരം എന്നാ ഞാൻ പറയാൻ പോണത്. മാവിലൊക്കെ വളരുന്ന, മാവിലും പ്ലാവിലൊക്കെ ഇങ്ങനെ വളരുന്ന വള്ളികൾ കാണാലോ അല്ലെ? അപ്പൊ എന്താണ്? അവരുടെ ഈ വലിയ മാവ് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ വള്ളികൾ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്താണ്? അതൊരു പാരസൈറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഹെഡ്ലൈസോ അല്ലെങ്കിൽ എന്താണ് പിന്നെ ലൊറാന്തസോ കസ്ക്യൂട്ട് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇതൊരു അടിപൊളി മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എത്ര സ്റ്റെപ്പ് ആണെന്ന് അറിയോ? ഇൻടേക്ക്, ഡൈജഷൻ, ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ദെൻ ഇജഷൻ. 5 സ്റ്റെപ്പ് ഉണ്ട്. ഇൻജഷൻ,
digestion, absorption, assimilation, egestion. These many steps are there. Holozoic mode of nutrition example ആരാന്നറിയോ? ബഹുമാനപ്പെട്ട അമീബ, ബഹുമാനപ്പെട്ട ഹലീബി മാം. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയും യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അല്ല, ഇന്ന് യൂണിസെല്ലുലാർ എന്ന് പറയാൻ കഴിയില്ല, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള എന്താണ് ഹലീബി മാമും ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടക്കുന്നത് 5 സ്റ്റെപ്പിലാണ്. ഒന്ന്, ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നു, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻജഷൻ. ആ ഭക്ഷണം ദഹിക്കുന്നു, ഡൈജഷൻ. ഭക്ഷണം എന്താവുന്നു? ശരീരം വലിച്ചെടുക്കുന്നു, സെല്ലുകൾ വലിച്ചെടുക്കുന്നു, അബ്സോർപ്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെന്ത് ഉപയോഗിക്കുന്നു, അസിമിലേഷൻ. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ രാവിലെ യൂറോപ്യൻ ടോയ്ലറ്റിൽ എന്താക്കുന്നു? തള്ളിക്കളയുന്നു, ഇജഷൻ. റിമൂവൽ ഓഫ് ദ വേസ്റ്റ് മെറ്റീരിയൽ, ഇജഷൻ. ഇത്രയും പ്രോസസ്സാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷനിലുള്ളത്. സെറ്റാണോ? സെറ്റാണോ? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ സെറ്റ് അല്ലേ? എന്തെളുപ്പല്ലേ? അമീബ ഒരു എക്സാമ്പിൾ ആണ്. അമീബ എന്ന് പറഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. അമീബ എന്ത് ചെയ്യാണ്? ഒരു ജീവി ഇങ്ങനെ പോണേ കാണാണേ, അമീബിനെക്കാളും ചെറുതാണ്, വളരെ പാവ ഒരു ജീവി, അമീബിനെക്കാളും ചെറുതായിട്ടുള്ള ഒരു ജീവി അതിലേ ഇങ്ങനെ പോവാണ്. പോകുമ്പോ എന്ത് ചെയ്യും? അമീബ കാണും. അമീബ എന്താക്കും? മെല്ലെ 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 ആ ജീവിനെ സ്പോട്ട് ചെയ്യും. അമീബക്ക് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ. അമീബ ഇങ്ങനെയൊക്കെയാണ്. അമീബിനെക്കാളും കുഞ്ഞായിട്ടുള്ള ഒരു ഭക്ഷണ സാധനം അല്ലെ കണ്ടപ്പോ അമീബ എന്ത് ചെയ്യും? അമീബ വിൽ ട്രൈ ടു എക്സ്റ്റെൻഡ് ഇറ്റ്സ് ബോഡി പാർട്ട്. എങ്ങനെയാണ് അമീബ എക്സ്റ്റെൻഡ് ചെയ്യാം? അമീബ വിൽ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ബോഡി പാർട്ട് ലൈക്ക് ദിസ്. ഫസ്റ്റ് അമീബ എന്ത് ചെയ്യും? അമീബന്റെ ബോഡി പാർട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഈ എക്സ്റ്റെൻഡഡ് ബോഡി പാർട്ടിനെ നമ്മൾ പറയുന്ന പേരെന്താ അറിയോ? സ്യൂഡോപോഡിയ. Pseudo, what is that? Pseudo means false. Poda means leg. പോടാ എന്ന് പറഞ്ഞാൽ വെറും പോടിയല്ല. ഈ കളി എന്താണ്? വലിയ കളിയാണ്. എന്താണത്? സ്യൂഡോപോഡിയ. അയ്യോന്റെ അമ്മേ, ഇതെന്ത് പോടാണ് അല്ലേ? ഇതെന്ത് പൊടിയാണ്? സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാല് സ്യൂഡോ മീൻസ് മഞ്ഞാണ് അല്ലെ? എപ്പോഴും മഞ്ഞ എഴുതുമ്പോ സ്യൂഡോ മീൻസ് ഫോൾസ്. പോഡിയ എന്താണത്? പോട ലെഗ്, ഫോൾസ് ലെഗ്. അമീബ എക്സ്റ്റെൻഡിങ് ഇറ്റ്സ് ഫോൾസ് ലെഗ്. ആക്ച്വലി അമീബക്ക് ഒരു ഡെഫിനിറ്റ് ബോഡി ഷേപ്പ് ഇല്ല, കൈയും കാലും ഒന്നുമില്ല. പിന്നെ എന്താണ്? അമീബ വെറുതെ ഇങ്ങനെ അമീബന്റെ ബോഡി പാർട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കുക. കാരണം എന്താ? അതൊരു ജെല്ല് പോലെയുള്ള ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം അല്ല അമീബ. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അമീബ ആ ഫുഡിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞ ഒരു വാക്യൂള് പോലെ ഇവിടെ ഇങ്ങനെ, അതായത് നിങ്ങളിങ്ങനെ ചുയിങ്ക ചവച്ചിട്ട് ഇങ്ങനെ വലുതാക്കി നീട്ടി നോക്കി, എന്നിട്ട് എന്താക്കാറിയോ? അതൊരു ഫുഡിനെ ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പം അമീബ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ട്രാപ്പ് ചെയ്തു. ഇവിടെ എന്തുണ്ടായി? ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒരു ഫുഡ് വാക്യൂൾ ഉണ്ടായി അല്ലെ? ഫുഡ് വാക്യൂൾ ഉണ്ടായി. ഇപ്പൊ ഫുഡ് എവിടാണ്? ഈ വാക്യൂളിന്റെ അകത്താ. അപ്പൊ അമീബന്റെ ബോഡീന്റെ അകത്താണ് എന്ത്? ഫുഡ് ഉള്ളത്. ഈ ഫുഡിന് എന്ത് ചെയ്യും? അമീബ കൊണ്ടുപോയി ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽ ഇവിടെ എവിടെയെങ്കിലും വന്ന് ഡിഫ്യൂസ് ആയിട്ട് പുറത്തേക്ക് വരും. അപ്പൊ അമീബ എന്താണ്? ഹോളോസോയിക് ആണ്. അതായത് ഇൻടേക്ക് ചെയ്യും ഫുഡ്, പിന്നെ ഡൈജസ്റ്റ് ചെയ്യും, പിന്നെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അസിമിലേഷൻ നടന്നിട്ട് വേസ്റ്റ് മെറ്റീരിയൽ ഇജക്ഷൻ നടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ അമീബന്റെ ഈ ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി നമ്മൾ എന്താണ്? ഹ്യൂമൻ ന്യൂട്രീഷനിലേക്കാണ് കടക്കാൻ പോണത്. ഹ്യൂമൻ ബീങ് എന്താണ്? പാരമീസിയും അതേപോലെ തന്നെ ഒരു ഡെഫിനറ്റ് ബോഡി ഷേപ്പ് ഉണ്ട്, ഒരു സ്പെസിഫിക് സ്പേസും ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. അതിന് ഗള്ളറ്റ് എന്നാ പറയാം. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ്? ഹ്യൂമൻ ബീങ്ങിന്റെ ഡൈജഷൻ ആണ്. ഹ്യൂമൻ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലിമെന്ററി കനാലാണ്. ഈ എലിമെന്ററി കനാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമെന്ററി കനാൽ തുടങ്ങുന്നത് മൗത്ത് നിന്നാണ്. മൗത്ത് ഇസ് ഗാർഡഡ് ബൈ റോസി ലിപ്സ്. കാണുന്നുണ്ടോ? റോസി ലിപ്സ്. മൗത്ത് ഇസ് ഗാർഡഡ് ബൈ റോസി ലിപ്സ്. മൗത്ത് എന്നിട്ട് ഇങ്ങനെ ഈ റോസി ലിപ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല വായന്റെ അകണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബക്കൽ കാവിറ്റി. അപ്പൊ എന്താണ്? മൗത്ത്, ഈ എലിമെന്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത് നിന്നാ അല്ലെ? മൗത്ത് ഗാർഡ് ചെയ്യുന്നത് റോസി ലിപ്സ് ആണെന്നുള്ളതിൽ സംശയമില്ലല്ലോ. മൗത്ത് നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ബക്കൽ കാവിറ്റിയിലേക്ക് പോകുന്നു.
എങ്ങോട്ട് പോകുന്നു? ബക്കൽ ക്യാവിറ്റിയിലേക്ക് പോകുന്നു കൂട്ടരെ. ബക്കൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്? ബക്കൽ ക്യാവിറ്റിയിൽ ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ബക്കൽ ക്യാവിറ്റിയിൽ എന്തുണ്ട്? ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഇൻസിസസ്, കെനൈൻസ്, പ്രീമോളാസ്, മോളാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീത്ത് ഉണ്ട്. പിന്നെ എന്താണ്? ടേസ്റ്റ് ബഡുള്ള മസ്കുലാർ ആയിട്ടുള്ള ടങ് ഉണ്ട്. അത് മാത്രല്ല വായിൽ എന്തും കൂടെ ഉണ്ട്? സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. എന്തുണ്ട്? സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ എലിമെന്ററി കനാലാണ് പറയുന്നത്. എന്നിട്ട് മിസ് അതിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞുതരാം. ഇനി നമ്മൾ എങ്ങോട്ടാ പോണത്? ഒരു കോമൺ പാസേജിലേക്കാ പോണത്. ഈ കോമൺ പാസേജ് എവിടെയാണ്? തൊണ്ടയിലാണ്, ഫാരിങ്സ്. അവിടുന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഈസോഫേഗസിലേക്കാണ് പോകുന്നത്. ഈസോഫാഗസ് ഒരു ലോങ് ട്യൂബാണ്. അവിടുന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പോകുന്നത്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? ഗൈസ് പറയൂ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇനി നമുക്ക് എങ്ങോട്ട് പോകാനില്ല, ടോയ്ലറ്റ് പോകൂലേ? ആനസ് വഴി നമ്മൾ പുറത്തേക്കാക്കുന്നു വേസ്റ്റ് മെറ്റീരിയൽ. ഇപ്പൊ നമ്മൾ എന്താണ്? നമ്മളുടെ എലിമെന്ററി കനാലാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എലിമെന്ററി കനാലിന്റെ പ്രത്യേകതകൾ പറയാൻ പോവാണ്. നിങ്ങൾ ഒരു കഷ്ണം ചപ്പാത്തിയോ ഒരു പിടി ചോറോ, ഒരു പിടി ചോറ് എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ്, കറി ഒഴിക്കാതെ നിങ്ങൾ വായിലിട്ടിട്ട് ഒന്ന് ചവച്ചോക്കേ. ചവച്ചോക്ക്. ചവച്ചപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? മിസ് ഒരു ഇത്തിരി വെള്ളം കുടിക്കട്ടെ. നല്ല സുഖം. വെള്ളം കുടിക്കുമ്പോ നല്ല സുഖം. നമ്മൾ എന്താണ്? ചപ്പാത്തിയോ ചോറോ വായിലിടാൻ പറഞ്ഞപ്പം അപ്പോഴേക്കും മിസ്സിന് ഫുഡിന്റെ ഓർമ്മ വന്ന്. ഇതാണ് മിസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു കഷ്ണം ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു പിടി ചോറോ നമ്മൾ വായിലിട്ടിട്ട് നന്നായിട്ട് ചവയ്ക്കാം. ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മധുരം കിട്ടും. വായിൽ എന്ത് കിട്ടും? ഒരു മധുരം കിട്ടും അല്ലെ? ഈ മധുരം എന്തുകൊണ്ടാണ് കിട്ടുന്നത്? കാരണം എന്താണ്? അവിടെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സലൈവയിൽ എന്തുണ്ട്? സലൈവന്റെ ഫംഗ്ഷൻ നോക്കണേ. ഫുഡിനെ മോയിസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പിന്നെന്താണ്? എന്തെങ്കിലും ജേംസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ, ഫുഡിന്റെ കൂടെ കയറുന്ന ജേംസ് ഉണ്ടാവില്ലേ, അതിനെ കില്ല് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെന്താണ്? സലൈവയിൽ ഒരു എന്തുണ്ട്? സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരെന്താണ്? സലൈവറി അമിലേസ്. സലൈവയിൽ എന്തുണ്ട്? സലൈവയിൽ എന്തുണ്ട്? ഒരു എൻസൈം ഉണ്ട്. എന്താണ് ആ എൻസൈമിന്റെ പ്രത്യേകത? ദാറ്റ് ഇസ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ്. സലൈവറി അമിലേസിന്റെ പ്രത്യേകത എന്താണ്? സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് എന്ത് ചെയ്യും? സലൈവറി അമിലേസ് ഡൈജസ്റ്റ് ചെയ്യും. എന്തിനു ഡൈജസ്റ്റ് ചെയ്യും? എൻ്റെ അമ്മേ, എന്തിനാണ് സലൈവറി അമിലേസ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? കാർബോഹൈഡ്രേറ്റിന്. എന്നിട്ട് എന്താക്കി മാറ്റും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് എന്താക്കും? പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. കാർബോഹൈഡ്രേറ്റ് എന്താണ് അല്ലെ? C6H12O6. ആലോചിക്കേ, അത് സ്റ്റാർച്ചിനെ എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ചോറിലോ ചപ്പാത്തിയിലോ ഉള്ള കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് കണ്ടന്റ് അതിനെ വായയിൽ നിന്നും പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. ഡൈജസ്റ്റ് ചെയ്താൽ നമുക്കറിയാമല്ലേ, അത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ മറ്റൊരു ഫോം ആയിട്ടാണ് മാറുന്നത്. ഇത് എന്താണ്? ഇത് മധുരം തരല്ലേ ചെയ്യുക. അതുകൊണ്ടാണ് ചോറോ ചപ്പാത്തിയോ, അതായത് ഗോതമ്പം, ചപ്പാത്തി എന്ന് ഉദ്ദേശിക്കുന്നത് മിസ് ഗോതമ്പം കൊണ്ട് ഉണ്ടാക്കിയ മറ്റെന്തെങ്കിലും, ഇത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ സലൈവറി അമിലേസ് അതിന്റെ മുകളിൽ ആക്ട് ചെയ്ത് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശരിക്കും അവിടെ മാൾട്ടോസ് ആയി മാറുന്നുണ്ട്. അപ്പൊ എന്താണ്? അതാണ് നമുക്ക് എന്താണ് മധുരമായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ നമുക്ക് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മതി, കാരണം നമുക്ക് അവിടെ എന്തായി മാറുന്നു എന്നുള്ളതൊന്നും പ്രസക്തിയുള്ള ആവശ്യമില്ല കേട്ടോ. അപ്പൊ പാർഷ്യൽ ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇസ് ഹാപ്പനിങ് ഫ്രം ദ മൗത്ത് ആൻഡ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സലൈവറി അമിലേസ് ദാറ്റ് ഇസ് ആൻ എൻസൈം വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ സലൈവ. ഓക്കെ, സലൈവ ഇസ് പ്രൊഡ്യൂസിങ് ബൈ സലൈവറി ഗ്ലാൻഡ്. ഇത് വായിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി എന്താണ്? ഈ സലൈവൊക്കെ മിക്സ് ആയിട്ടുള്ള ഈ ഫുഡ് ഐറ്റം ഉണ്ടല്ലോ, ഈ കോമൺ പാസേജ് ആയിട്ടുള്ള ഫാരിങ്സിലേക്ക് എത്തും. ഫാരിങ്സും ലാരിങ്സും ഇതും ഉണ്ട് അല്ലേ? ഫാരിങ്സും ഉണ്ട്, പിന്നെന്താണ്? ഫാരിങ്സ് കോമൺ പാസേജ്. എന്നിട്ട് എന്താണ്? ഈസോഫേഗസ് ഉണ്ട്, ട്രക്കിയുണ്ട്. ട്രക്കിയിലേക്ക് വീഴാതെക്കാൻ അവിടെ വേറെ എപ്പിഗ്ലോട്ടിസ് ഒരു അടപ്പൊക്കെ ഉണ്ട്. ഇനി എന്താണ്? ഇത് അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. ഈ ഫുഡ് എങ്ങോട്ട് പോകും? ഈ ഈസോഫേഗസിലേക്ക് പോകും. ഈസോഫേഗസിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ബ്ലം എന്ന് പറഞ്ഞ് പോവോ? ഇല്ല, ഈസോഫേഗസ് കൂടെ പോകുമ്പോൾ എന്താണ്? പിടിച്ചാ പോകുന്നത്. അതായത് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് കൺട്രാക്ഷൻ റിലാക്സേഷൻ, കൺട്രാക്ഷൻ റിലാക്സേഷൻ, അങ്ങനെയാണ് ഈ ഫുഡ് അതിലൂടെ ഈ ലോങ് ഈസോഫേഗസിലൂടെ പോകുന്നത്. എന്നിട്ട് എന്താ ചെയ്യണത്? സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിലെത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ സ്റ്റൊമക്കിന്റെ വാൾ ഉണ്ടല്ലടാ, സ്റ്റൊമക്കിന്റെ വാളിന് ഒരു പ്രത്യേകത ഉണ്ട്. സ്റ്റൊമക്ക് എന്താണ്, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റൊമക്കിന്റെ ഗ്യാസ്ട്രിക് സ്റ്റൊമക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്റ്റൊമക്ക് 3 സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? ഒന്ന് HCl, ഒന്ന് മ്യൂക്കസ്, അല്ലേ? സ്റ്റൊമക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒന്ന് HCl, ഒന്ന് മ്യൂക്കസ്, പിന്നെന്താണ്? പെപ്സിൻ. പെപ്സിൻ ആണോ? അല്ല. പെപ്സിൻ ഇസ് ഇൻ ദ ഫോം ഓഫ് പെപ്സിനോജൻ. ഓക്കെ, അതായത് സ്റ്റൊമക്ക് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഡൈജഷൻ എളുപ്പാക്കാൻ വേണ്ടിയിട്ട്, ആസിഡിക് മീഡിയം ആക്കാൻ വേണ്ടിയിട്ട്. ഈ HCl തട്ടി പൊള്ളാതെക്കാനുള്ള മ്യൂക്കസും ആരെന്നെ സ്റ്റൊമക്കിന്റെ വോൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റൊമക്കിന്റെ വോളിൽ ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ കഫം പോലത്തെ മ്യൂക്കസ് ഇങ്ങനെ ഒട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്ത്, ഒട്ടിച്ച് വെച്ച പോലെ അങ്ങനെ കട്ടക്ക് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് HCl തട്ടിയിട്ട് സ്റ്റൊമക്ക് പൊള്ളാതിരിക്കുന്നത്. ഓക്കെ, പിന്നെന്തായാലുള്ളത് പെപ്സിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനാക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. അതിനെ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിൻ ആക്കുന്നത് ആരാണ്? HCl ആണ് കേട്ടോ. അതാണ് സ്റ്റൊമക്കിൽ നടക്കുന്ന പ്രോസസ്സ്. ഈ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ അറിയടാ, ഇവിടെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടോ? ഈ പിക്ചറിൽ അത്ര ക്ലിയർ അല്ല അല്ലേ? കുഴപ്പമില്ലടാ, ഐ വിൽ ഡ്രോ ഇറ്റ് ഫോർ യു. നോക്കൂ, ലോങ് ഈസോഫേഗസ്, റൈറ്റ്? ഓ, ചെറിയൊരു മിസ്റ്റേക്ക്, ആർക്കും പാളിപ്പോവാലോ. ലോങ് ഈസോഫേഗസ്. ഇനി എന്താണ് ഈസോഫാഗസ്? ഞാൻ കുറേ ഭക്ഷണം കഴിക്കുന്ന സ്റ്റൊമക്കായോണ്ടാണ്. ഇനി എന്താണ്? ഇതൊരു വളവല്ലേ? ഡിയോഡിനം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ. ഡിയോഡിനം. ഇതൊന്നും നമ്മളെന്താണ് കുറേ ഇങ്ങനെ പറയുന്നില്ല, നമ്മൾ ഈസി ആക്കിയിട്ട് പറഞ്ഞുതരാണ്. ഇത് കളർ മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ലീഫിന്റെ ഷേപ്പിൽ എന്തുണ്ട്? ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ ഒന്ന് വരച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ? സംഗതി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഭയങ്കര അടിപൊളിയായിട്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത? ഇവിടെ സ്റ്റൊമക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ലിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് പ്രസന്റ് ആണ്. ഈ ലിവറിൽ എന്താണ്? ലിവറിന് ഒരു ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ ജ്യൂസ് ഏതാണ്? ബൈൽ ജ്യൂസ്. എന്താണ്? BILE, ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ബൈൽ ജ്യൂസ് എങ്ങോട്ടാണ് സെക്രീറ്റ് ആവണത്? ബൈൽ ജ്യൂസ് പണി എന്താണെന്ന് അറിയോ? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ മോളിക്കൂളായിട്ട് എപ്പോഴും ഇരിക്കുക. ഫാറ്റ് എല്ലാം കൂടി കമ്പനി ആയിട്ട് ഒരുമിച്ച് ആ ഫാറ്റ് ഇരിക്കുക. അപ്പൊ ഈ ഫാറ്റ് എല്ലാം കൂടി ചേർമ്പോൾ വലിയ മോളിക്കൂളാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളെ അച്ഛൻ വന്നുകൊണ്ട് ചിക്കൻ എല്ലാവരും കഴിക്കുന്നതാണല്ലോ, ചിക്കൻ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഒരു വലിയ ഫുൾ കോഴിയാ ഒന്ന് പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴെങ്കിലും കറി വെക്കുമ്പോൾ ഒന്നായിട്ട് കോഴിയിട്ട് കറി ചിക്കൻ കണ്ടണോ? ഒന്നായിട്ട് എന്താണ് കോഴി ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തിട്ടാൻ ഭയങ്കര പ്രയാസം. ബീഫാണെങ്കിൽ തീരെ വേവൂല. ഇനിയിപ്പോൾ ഒരു കോളിഫ്ലവർ ആണെന്ന് വിചാരിക്കുക, ഇനിയിപ്പോൾ കോഴി കഴിക്കാത്ത ഒരു വിഷമിക്കേണ്ട, കോളിഫ്ലവർ ഒന്നായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പണി കിട്ടൂലേ? നമ്മൾ എന്താ ചെയ്യുക? അതിനെ പീസ് ആക്കൂലേ? എന്നാ എന്താണ് എളുപ്പത്തിൽ ചെറിയ പീസുകൾ വേഗം എളുപ്പത്തിൽ വെന്തിട്ടൂലേ? അതാണ് എന്ത്? emulsification, breaking down into smaller pieces. emulsification of fat നടത്തുന്നത് ആരാണ്? നമ്മളെ ബോഡിയിൽ ബൈൽ ജ്യൂസ് ആണ്. എങ്കിൽ മാത്രമേ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു പീസ് ആകുമ്പോഴേ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. വലിയ പീസ് ആകുമ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര പാടാ. അതുകൊണ്ട് ബൈൽ ജ്യൂസ് ആണ് ഫാറ്റിനെ എമൾസിഫൈ ചെയ്യുന്നത്. സെറ്റാണല്ലോ? ബൈൽ ജ്യൂസ് ഫാറ്റിനെ എമൾസിഫൈ ചെയ്തു. ഇനി എന്താണ് പ്രത്യേകത? ഇനി നമുക്ക് എന്താണ് ഇവിടെ ഉള്ളത്? പാങ്ക്രിയ. ഇതിന്റെ ലീഫ് ഷേപ്പ് ഉള്ള പാങ്ക്രിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പാങ്ക്രിയ കുറെ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ് പാങ്ക്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിനി ലിപ്പേസ്. പാങ്ക്രിയാറ്റിക് അമിലേസ്. പാങ്ക്രിയ എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
പാങ്ക്രിയാറ്റിക് അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ട്രിപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ലിപ്പേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവരെല്ലാവരും കൂടി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് റിലീസ് ആയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ഡൈജഷൻ കംപ്ലീറ്റ് ആവും. ട്രിപ്സിന്റെ പ്രത്യേകത സ്റ്റൊമക്കിൽ ഡൈജസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ, പെപ്സിൻ ആക്ട് ചെയ്തിട്ട് ഡൈജസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ, ഈ പ്രോട്ടീന് ബാക്കി ഉണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ ആ ബാക്കിയുള്ള പ്രോട്ടീനെ ഡൈജസ്റ്റ് ആക്കുക ആരാണ്? ട്രിപ്സിനാണ്, സ്മോൾ ഇൻറ്റസ്റ്റൈനും. പിന്നെന്താണ് ഇവിടെ സലൈവറി അമിലേസ്, എന്താണ്? കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആവാത്ത കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ട്രിപ്സിന് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യും. ലിപ്പേസോ ഈ സ്മോൾ ഫാറ്റ് മോളിക്യൂൾ ഇല്ലേ, അതിന്റെ മുകളിൽ ലിപ്പേസ് ആക്ട് ചെയ്തിട്ട് ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി മാറ്റും. കഴിഞ്ഞു. ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇരിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു പ്രത്യേകത ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ കുഞ്ഞു വില്ലൈസ് ഉണ്ട്, കുഞ്ഞു വില്ലൈസ്. ഈ വില്ലായി ഇങ്ങനെ നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ കണക്കിന് നീളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 10-13 മീറ്റർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ വില്ലൈസ് ഉണ്ടല്ലോ, ഭയങ്കര സ്മോൾ ആയിട്ടുള്ള മൈക്രോ വില്ലൈസ് ആണ്. ഈ വില്ലൈസ് ഒക്കെ ഭയങ്കര ഹൈലി വാസ്കുലാർ ആണ്, അതായത് ഫുൾ ബ്ലഡ് വെസൽസിൽ കവേർഡ് ആണ്. കാരണം എന്താണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് എല്ലാ ന്യൂട്രിയൻസും, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റാമിൻ, മിനറൽ, പ്രോട്ടീൻ അല്ലേ? ഈ സാധനങ്ങളൊക്കെ ഭക്ഷണം നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും, ബിരിയാണി കഴിച്ചാലും, നെയ്ച്ചോറ് കഴിച്ചാലും, കോഴിമുട്ട കഴിച്ചാലും, ചപ്പാത്തി കഴിച്ചാലും എന്തായി മാറും? അത് ഈ ന്യൂട്രിയൻസ് ആയി മാറും. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റാമിൻ, മിനറൽ ആയിട്ട് മാറും. ഈ പറഞ്ഞ സാധനങ്ങളെ വലിച്ചെടുക്കാൻ എന്ത് വേണം? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് വലിച്ചെടുക്കുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വില്ലയിലുള്ള വാസ്കുലാർ ആണതെന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസാ ഫുള്ള് ബ്ലഡിലേക്ക് വലിച്ചെടുത്ത് പോഷകമൊക്കെ തീർന്നു കഴിഞ്ഞാൽ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽ ഒരു ജ്യൂസ് പോലെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ അൺഡൈജസ്റ്റഡ് വേസ്റ്റ് മെറ്റീരിയലിനെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് തള്ളും. ലാർജ് ഇൻറ്റസ്റ്റൈൻ അതിൽ നിന്നും വെള്ളം മാത്രം വലിച്ചെടുക്കും, വെള്ളം കുറച്ച് അത്യാവശ്യം മിനറൽസും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ വെള്ളം വലിച്ചെടുത്തിട്ട് ഈ ജ്യൂസിനെ എന്താക്കും? വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സെമി സോളിഡ് ആയി മാറൂലേ, നല്ല ക്രീം പോലത്തെ സെമി സോളിഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ പിറ്റേന്ന് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടോയ്ലറ്റ് പോയാൽ പുറത്തേക്ക് വരുന്നത് അല്ലേ? എന്താണ്? റെക്റ്റം വഴി ആനസിലൂടെ പുറത്തേക്ക് വരും. അതാണ് പുറത്തേക്ക് വരുന്നത് നമ്മളുടെ എക്സ്ക്രീറ്റ. ഇനി എന്താണ്? അയ്യേ ഇതെന്താണ് ഹലിബി മാം ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്നിട്ടില്ലെങ്കിലുള്ള പ്രയാസം നിങ്ങൾക്ക് അറിയാലോ. അതിനാണ് എന്ത് പറയാ? കോൺസ്റ്റിപ്പേഷൻ. എന്താണ് കോൺസ്റ്റിപ്പേഷൻ? ലാർജ് ഇൻറ്റസ്റ്റൈൻ കുറച്ച് അമിതമായിട്ട് വെള്ളം വലിച്ചെടുത്താ അപ്പൊ എന്താവും? അപ്പിയെല്ലാം കൂടെ കല്ല് പോലെ ആവൂലടാ. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്താണ്? വെള്ളം വലിച്ചെടുത്തില്ല, അങ്ങനെയാണെങ്കിലോ ലൂസ് മോഷൻ അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പണിയാണ്. സെറ്റാണല്ലോ. അതോടുകൂടിയിട്ട് എന്ത് ചെയ്തു? ഹ്യൂമൻ ഡൈജഷൻ എന്നുള്ള പരിപാടിയേ തീർന്നു. പിന്നെന്താ നമുക്കുള്ളത് ഇവിടെ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കേട്ടോ. ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുത്ത ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് ഇവരെന്താക്കണേ? നിങ്ങളുടെ ഈ റിമോട്ടിന് എന്തൊരു തകരാറുണ്ടടാ. ഞാൻ പാവാ. റെസ്പിറേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മൾ കുറച്ച് കാര്യങ്ങളെ റെസ്പിറേഷനിൽ പഠിക്കുള്ളൂ. അതായത് നമ്മൾ എന്താണ് റെസ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അപ്പൊ നമ്മൾ ആലോചിക്കാം, ബ്രീത്തിങ്, ഇൻഹെയിൽ എക്സെയിൽ, ഇൻഹെയിൽ എക്സെയിൽ, ദാറ്റ് ഇസ് ബ്രീത്തിങ്. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും സെല്ലിൽ നടക്കുന്ന എനർജി സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് റെസ്പിറേഷൻ. അതിന് എന്ത് വേണം? ഓക്സിജൻ വേണം. അതുകൊണ്ട് ഇതെന്താണ്? ഓക്സിജനുമായി ബന്ധപ്പെട്ട് കിടക്കാണ് അല്ലെ? ഓക്സിജൻ ഇല്ലാതെ അപ്പൊ റെസ്പിറേഷൻ നടക്കൂലേ? ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടക്കണ്ടേ? ആ കാര്യങ്ങളും നമ്മൾ ഇവിടെ പറയും. ഓക്കെ, അപ്പം റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ ആണ് പറയാൻ പോകുന്നത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എയറോബിക് റെസ്പിറേഷൻ എഴുതാം അല്ലെ? അതല്ല അതിൻ്റെ ഒരു ശരി. എയറോബിക് റെസ്പിറേഷൻ ഓക്കെ, എയറോബിക് റെസ്പിറേഷൻ. മറ്റേതെന്താണ്? അനേറോബിക് റെസ്പിറേഷൻ. എന്താണ് അനേറോബിക് റെസ്പിറേഷൻ? പക്ഷെ ഭംഗിയില്ലല്ലേ, എഴുത്തൊരു ഭംഗിയിട്ടില്ല അല്ലേ? മിസ് ഫാസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അനേറോബിക് റെസ്പിറേഷൻ സെറ്റാണോ? എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറിയടാ?
ഓക്സിജന്റെ പ്രസൻസിൽ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുക. ഓക്സിജന്റെ പ്രസൻസിൽ എന്താക്കുക, എനർജി സിന്തസൈസ് ആക്കുക. അതായത് നമ്മൾ പറഞ്ഞില്ല, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോഷകമായി, ഈ പോഷകങ്ങളൊക്കെ സെല്ലിലെത്തി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, അതിനെ കൊണ്ട് എനർജി ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പൊ ആ എനർജി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, ഓക്സിജൻ വേണം. അങ്ങനെ ഓക്സിജൻ വേണമെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിന് എന്താ പറയാ എയറോബിക് റെസ്പിറേഷൻ അല്ലേ, എയറോബിക് റെസ്പിറേഷൻ. ഇനി ഓക്സിജൻ ഇല്ലാതെയാണ് റെസ്പിറേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, എനേറോബിക് റെസ്പിറേഷൻ. എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മസിൽസ്, നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നതൊക്കെ എന്താണ്, നമ്മൾ ഓർഗാനിസത്തിന് നോർമലി എന്താണ്, എയറോബിക് റെസ്പിറേഷൻ ആണ് നടക്കുക. സെല്ലിൽ എയറോബിക് റെസ്പിറേഷൻ നടക്കും. ഇനി എയറോബിക് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ബൈ പ്രോഡക്റ്റ് എന്താണ്, എയറോബിക് റെസ്പിറേഷൻ നടത്തുന്നത് എന്തിനാണ്, നമുക്ക് എയറോബിക് റെസ്പിറേഷൻ നടന്നാൽ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയോ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഹൈ എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, ഇനി ഇത് നടക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, നമ്മളുടെ ബോഡിയിൽ എന്താ ഉള്ളത്, പോഷകം അല്ലെ. എന്താണ് പോഷകം, ഫസ്റ്റ് മിസ് പറഞ്ഞ പോഷകം കാർബോഹൈഡ്രേറ്റ് അല്ലെ, C6H12O6. ഇതെന്താണ്, ഗ്ലൂക്കോസ് ആണ് അല്ലെ. ഈ ഒരു 6 കാർബൺ മോളിക്യൂള്, ഇതെന്താണ്, 6 കാർബൺ മോളിക്യൂളാണ്. ഈ 6 കാർബൺ മോളിക്യൂള് ബോഡിന്റെ അകത്ത് എന്താവും, 3 കാർബൺ പൈറുവേറ്റ് ആയിട്ട് മാറും. എന്തായി മാറും, 3 കാർബൺ പൈറുവേറ്റ്. ഈ 3 കാർബൺ പൈറുവേറ്റ് എന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി ഉണ്ടാക്കുന്നത്. ഇതെവിടെയാണ് നടക്കുന്നത്, നമ്മളെ ഹ്യൂമൻ ബീങ്ങില് അല്ലെങ്കിൽ മറ്റു ഓർഗാനിസത്തിന്റെ സെല്ലില് നമ്മൾ എന്താണ് നടത്തുന്ന, നമ്മളെ എനർജി സിന്തസൈസ് ചെയ്യുന്ന, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഹ്യൂമൻ ബീങ് മിസ് കുറേ പ്രാവശ്യം പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹ്യൂമൻ ബീങ്ങിൽ മാത്രമാണ്. അല്ലടാ, പൂച്ചന്റെയും പട്ടീന്റെയും ലയന്റെയും ടൈഗറിന്റെയും ഒക്കെ സെല്ലിൽ എന്താണ്, എയറോബിക് റെസ്പിറേഷൻ നടക്കില്ലേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനേറോബിക് റെസ്പിറേഷൻ നമ്മളിൽ നടക്കില്ല. ആണോ, നടക്കുന്നില്ലേ, ഉണ്ട്. നോൻ പറഞ്ഞുതരാം എങ്ങനെയാ നടക്കുന്നത് അറിയോ. നിങ്ങളോട് ഇപ്പൊ ടീച്ചർ പറയാം, നിങ്ങൾ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് ടീച്ചർ പറഞ്ഞു നോട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾ ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ ഭാഗത്തുള്ള ബോഡി പാർട്ടിലുള്ള ഫുൾ ഓക്സിജനും കൺസ്യൂം ആയി പോകും അല്ലേ. ഫുൾ ഓക്സിജൻ കൺസ്യൂം ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ബോഡിക്ക് എനർജി വേണ്ടേ. ആ പെർട്ടിക്കുലർ ബോഡി പാർട്ടിൽ എന്ത് വേണം, എനർജി വേണം. അങ്ങനെ എനർജി, ആ എനർജിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവര് റെസ്പയർ ചെയ്യാൻ തുടങ്ങും. ആ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഈ ഓക്സിജന്റെ ആബ്സെൻസിൽ അവരെന്ത് ചെയ്യും, എനേറോബിക് റെസ്പിറേഷൻ ചെയ്യും. എനേറോബിക് റെസ്പിറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താ, എനേറോബിക് റെസ്പിറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്താണ്, which is the byproduct of anaerobic respiration? Anaerobic respiration byproduct എന്താ, anaerobic respiration. Oh shit, മിസ് എന്തൊരു ഭംഗിയിൽ എഴുതിയതേനു അല്ലേ. anaerobic respiration byproduct എന്താണ്, anaerobic respiration എന്താണ് byproduct, lactic acid plus energy. Lactic acid plus energy. എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ എനേറോബിക്, അതായത് നമ്മളെ ടീച്ചർ പറഞ്ഞു കുറെ എഴുതാൻ. അപ്പം നമ്മൾ എഴുതിയപ്പോൾ എന്ത് ചെയ്തു, ഓക്സിജൻ ഫുൾ കൺസ്യൂം ആയി. പിന്നെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്, മസിൽ സെല്ലിൽ എനേറോബിക് റെസ്പിറേഷൻ ആണ്. എനേറോബിക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ നടന്നു. എനർജീൻ്റെ കൂടെ ലാക്റ്റിക് ആസിഡും കൂടി പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അപ്പം നമുക്ക് കടയും, ഭയങ്കര കടച്ചില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇങ്ങനെ കൈ ഇങ്ങനെ കുടയും അല്ലേ. ആരാണ്, ബ്രെയിന് പറയാണ്. ലാക്റ്റിക് ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഉടൻ തന്നെ ബ്രെയിനിന് സിഗ്നൽ കിട്ടി, എന്താണ്, ഇവിടുത്തെ ഓക്സിജൻ ഫുൾ കൺസ്യൂം ആയി പോയിട്ടുണ്ട്, അപ്പൊ ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്, നീ കൈ കുടയുന്ന ബ്രെയിൻ പറഞ്ഞുതരും. അപ്പൊ നമ്മൾ എന്താക്കും, കൈ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വേദന കുറച്ച് കുറയും. കാരണം എന്താ, അവിടേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടി. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഓക്സിജൻ എത്തി, അപ്പൊ വേദന കുറയും അല്ലേ. ദിസ് ഇസ് അബൌട്ട് എനേറോബിക് റെസ്പിറേഷൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ എനേറോബിക് റെസ്പിറേഷൻ മസിൽ സെല്ലിൽ, അത്ലറ്റ്സിന്റെ ഒക്കെ മസിൽ സെല്ലിൽ എപ്പോഴും നടക്കുന്ന എനേറോബിക് റെസ്പിറേഷൻ. അപ്പൊ എനേറോബിക് റെസ്പിറേഷൻ അവിടെ മാത്രം നടക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇല്ല, തെറ്റി. അത് എന്തിലാണ്, ഒരു ഈസ്റ്റിലും കൂടി നടക്കുന്നുണ്ട് അല്ലെ. ഈസ്റ്റിൽ നടക്കുന്നതും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈസ്റ്റ് എന്താണ്,
ഈസ്റ്റ് എന്താന്ന് അറിയില്ല എന്ന് പറയല്ലേ, ഞാൻ തകർന്നു പോകും. കാരണം എന്താണ്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ കേക്ക് ഇല്ലെങ്കിൽ മധുരമില്ലെങ്കിൽ എന്താണ്, നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ കഴിയോ, ആനിവേഴ്സറി ആഘോഷിക്കാൻ കഴിയോ? കേക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈസ്റ്റ് വേണം അല്ലെ? കേക്കിലും പാക്കലും പിന്നെന്താണ്, വെള്ളപ്പത്തിലൊക്കെ നമ്മൾ ഇടണ എന്താണ്? ഈസ്റ്റാണ്. ഈ ഈസ്റ്റ് എങ്ങനെയാണ് റെസ്പിറേഷൻ നടത്തുന്നതെന്ന് അറിയോ? ഓക്സിജന്റെ ആബ്സെൻസിലാണ്. ഈ ഓക്സിജന്റെ ആബ്സെൻസിൽ അവർ റെസ്പിറേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണ്? ഈസ്റ്റ് റെസ്പിറേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് ഏതാടാ? ഈസ്റ്റിന്റെ റെസ്പിറേഷൻ ആണ് ഫെർമെന്റേഷൻ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. എന്താണ് ഈസ്റ്റിന്റെ നമുക്കൊരു തകരാറ് പറ്റിക്കണല്ലടാ. ഈസ്റ്റിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് അല്ല തെറ്റിക്കിന്, മിസ്സിനാണ് തെറ്റിയത്. ഈസ്റ്റിന്റെ എന്താണ്? വാട്ടർ അല്ല. ഈസ്റ്റിന്റെ നമുക്ക് കിട്ടുന്നത് എന്താണ്? എഥനോൾ. ഈസ്റ്റിന്റെ എത്തനോൾ. അതുകൊണ്ടാണ് നമുക്ക് എത്തനോൾ, ആൽക്കഹോൾ. അതുകൊണ്ടാണ് എന്ത്, അമ്മമാര് ഈസ്റ്റ് ഇടുമ്പോൾ ഫെർമെന്റേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇടും. എന്നിട്ട് എന്ത് ചെയ്യും അറിയാം, പിറ്റേന്ന് ആ വെള്ളപ്പത്തിന്റെ മാവിന്റെ പാത്രമൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം വെയിറ്റ്ലെസ് ആയി കിടക്കുന്നത്. കാരണം എന്താ, മാവിന്റെ എല്ലാ മോളിക്കൂളിന്റെ ഇടയിൽ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് കിടന്നിട്ട് ഫുള്ള് ഗ്യാസ് ആക്കിയിട്ട് വെള്ളപ്പം ഒഴിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഒച്ച ഉണ്ടാകുമ്പോൾ കുറേ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവാം. കാർബൺ ഡൈ ഓക്സൈഡും പിന്നെന്താണ്, നമുക്ക് എത്തനോൾ ആൽക്കഹോൾ ആണ്. എത്തനോൾ ഒരു സ്മോൾ ക്വാണ്ടിറ്റി എത്തനോളും പ്ലസ് എന്താണ്, ലെസ് എനർജി, കുറച്ച് എനർജിയുമാണ് ഈസ്റ്റിന്റെ അനേറോബിക് റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാലുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത്രയും സെറ്റാണോ? അപ്പൊ നമ്മളുടെ അനേറോബിക് റെസ്പിറേഷൻ കഴിയും. ഇനി എന്താണ്, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് നോക്കാനുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് ബിഗിനിങ് ഫ്രം റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളുടെ ഹ്യൂമൻ ബോഡിയിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ബിഗിനിങ് ഫ്രം ദ, വാട്ട് ഇസ് ദിസ്, something is bulging here, right? What is this? Nostrils, le? Nostril leading to nasal cavity. Nasal cavity is leading to then what? Pharynx, then larynx, trachea, isn't it? That is respiratory system. That trachea will lead to bronchiole. We'll show you, just wait, Tom. Just wait. Oh my God, this everything is complicated. See, I can show you. I can tell you that. See, respiratory system. Okay, you people are really lucky. See how beautiful the drawing is. വര വരയ്ക്കുമ്പോൾ ഇങ്ങനെ പാളിപ്പോകടാ. പാളിപ്പോവും. ബാക്കി എല്ലാം സെറ്റാണ്. പക്ഷെ വരയിലാണ് ഇവിടെ ഇങ്ങനെ വരുമ്പോ കുഴപ്പമില്ലല്ലോ അല്ലേ? നിങ്ങൾ ഭയങ്കര ലക്കിയാടാ. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇത്ര അടിപൊളി ടീച്ചറെ കിട്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലായോ? ഭയങ്കര അടിപൊളി ടീച്ചറാണെന്ന് നിങ്ങൾ സമ്മതിച്ചോ? ഇല്ലല്ലേ, ആരും സമ്മതിക്കാനില്ലേ? സി, ഡ്രോയിങ് നോക്കടാ മക്കളെ, ഡ്രോയിങ് നോക്ക്. വാവ്, കണ്ടോ ഈ ഉണ്ടൊക്കെ ഇടുമ്പോൾ എന്ത് ഭംഗിയാലേ. ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണേ? റെസ്പിറേറ്ററി സിസ്റ്റം വരച്ചോണ്ടിരിക്കുക. റെസ്പിറേറ്ററി സിസ്റ്റം എവിടെ നിന്നാണ് തുടങ്ങിയത്? എവിടെന്നാ ഗൈസ്? റെസ്പിറേറ്ററി സിസ്റ്റം തുടങ്ങിയത് നമ്മളുടെ മൂക്കുന്ന അല്ലേ? ദിസ് ഇസ് നോൺ ആസ് വാട്ട്? ദിസ് ഇസ് nostril is leading to nasal cavity is leading to the common passage known as pharynx is leading to the sound box in അവിടെ larynx എന്ന് പിന്നെ എന്താണ്, പിന്നെ അത് താഴേക്ക് വന്നു,
ട്രക്കിയയിലേക്ക് വന്നു. ട്രക്കിയയിലേക്ക് വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, മിസ് ഇങ്ങനെ ഒരു നടുവിൽ ഇങ്ങനെ പിങ്ക് വരട്ടെ, എന്തിനാ? സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ആർ പ്രസന്റ് ഇൻ ദ ട്രക്കിയ ടു പ്രിവെന്റ് കൊളാപ്സ്. എന്നിട്ട് എന്താണ് ഈ ട്രക്കിയ? ഇസ് ദ ട്രക്കിയ. ഓക്കെ, ദിസ് ഇസ് ട്രക്കിയ. ട്രക്കിയ പിന്നെ എന്ത് ചെയ്തു? ബ്രാഞ്ച്ഡ് ആയിട്ട് എങ്ങോട്ട് പോയി? ട്രക്കിയ. പിന്നെ ഇതെന്താണ്? ബ്രോങ്കസ്. ബ്രോങ്കസ് ഓർ ബ്രോങ്കൈ. ബ്രോങ്കൈ അല്ലേ? ബ്രോങ്കസ് ഓർ ബ്രോങ്കൈ. എന്നിട്ട് എന്താണ്? ദാറ്റ് ഇസ് സബ് ബ്രാഞ്ച്ഡ് ഇൻടു ബ്രോങ്കസ് ഓർ ബ്രോങ്കൈ ബ്രാഞ്ച്ഡ് ഇൻടു ബ്രോങ്കിയോൾ. ബ്രോങ്കിയോൾ. ബ്രോങ്കിയോൾ എൻഡ് വിത്ത് വാട്ട്? ആൽവിയോളൈ. ആൽവിയോളൈന്റെ പ്രത്യേകത എന്താണ്? ആൽവിയോളൈ is made of squamous epithelium. Alveoli is made of squamous epithelium which is highly vascular. Gas exchange is happening through the alveoli. അല്ലേ? ആൽവിയോളൈ എയർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആൽവിയോളൈ ബൾജ് ആവും. ബൾജ് ആവുമ്പോൾ എന്തുകൊണ്ടാണ് ബൾജ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പോസസ് ദാറ്റ് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ടാണ് ആൽവിയോളൈ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെന്താണ്? ഡിഫ്യൂഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ആൽവിയോളൈൻ്റെ മെംബ്രെയിൻ. ഇലാസ്റ്റിസിറ്റിൻ്റെ ആൽവിയോളൈക്ക് ഗ്രേപ്പ് ബഞ്ച് പോലെ, മുന്തിരിക്കൊല പോലെ ഇരിക്കുകയാണ് ആൽവിയോളൈ. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഇതെങ്ങനെ എയർ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഡയഫ്രം കണ്ടോ? ഈ ഡയഫ്രം കൺട്രാക്ട് ആവുന്ന സമയത്ത് ഡയഫ്രം കൺട്രാക്ട് ആവാൻ അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം അത് ഹാർട്ട് മസിലുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നിട്ട് ഡയഫ്രം കൺട്രാക്ട് ആവാന്ന് പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ സ്ട്രെച്ച് ആവുന്ന സമയത്ത് തൊറാസിക് ക്യാവിറ്റി എന്ത് ചെയ്യും? തൊറാസിക് ക്യാവിറ്റി വൈഡൻ ആവും. തൊറാസിക് ക്യാവിറ്റി വൈഡൻ ആവുമ്പോൾ ലങ്സ് ഒക്കെ എക്സ്പാൻഡ് ആവും. ലങ്സ് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് സൈമിൾട്ടേനിയസ്ലി എന്ത് ചെയ്യും? എയർ അതിൻ്റെ ഉള്ളിലേക്ക് വരും. ലങ്സ് എക്സ്പാൻഡ് ആയിട്ട് എയർ എന്ത് ചെയ്യും? ഉള്ളിലേക്ക് കടക്കുക ചെയ്യുക. ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് തൊറാസിക് ക്യാവിറ്റിയും റിബ്സോ ഒക്കെ എക്സ്പാൻഡ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യും? എയർ ഇൻഹെയിൽ ആയി കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ആൽവിയോളായി ഒക്കെ ബൾജാവും. ഇനി ലൈഫ് ഫ്രം നോർമൽ പൊസിഷനിലേക്ക് ബാക്ക് ടു നോർമൽ ആണെങ്കിൽ എന്ത് ചെയ്യും? തൊറാസിക് ക്യാവിറ്റി കൺട്രാക്ട് ആവും. തൊറാസിക് ക്യാവിറ്റി മറ്റേത് എക്സ്പാൻഡ് അല്ലേനോ? കൺട്രാക്ട് ആവും. കൺട്രാക്ട് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ സ്പേസ് ഒക്കെ കുറയും. സ്പേസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ. സ്പേസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ കൂടാണോ പ്രഷർ കുറയാണോ ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സ്പേസ് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും അല്ലേ? വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും. അണ്ടർസ്റ്റുഡ്? അപ്പം ഇൻഹലേഷൻ പ്രോസസ്സും എക്സലേഷൻ പ്രോസസ്സും നടക്കുന്നത് മനസ്സിലായോ? അതായത് ഈ ഒരു ഡയഫ്രം എന്ന് പറഞ്ഞ സാധനം സ്ട്രെച്ച് ആവുന്ന സമയത്ത് തൊറാസിക് ക്യാവിറ്റി, അതായത് നെഞ്ച്, ഈ ലങ്സിൻ്റെ അവിടെ എക്സ്പാൻഡ് ആവും. ലങ്സ് എക്സ്പാൻഡ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് എയർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് എക്സ്പാൻഡ് ആയി, സ്പേസ് കൂടി, അവിടെയുള്ള ഉള്ളിലുള്ള പ്രഷർ കുറഞ്ഞു. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് കമ്പാരിറ്റീവ്ലി ഹൈ. അപ്പം എന്ത് ചെയ്യും? എയർ ഉള്ളിലേക്ക് കയറും. മനസ്സിലായോ? ഇനി തിരിച്ച് അപ്പോൾ പുറത്തേക്ക് വരും. That's it. This is all about respiration. Next we have to go for what? Next we have to go for transportation that happening in human body, right? Transportation എന്ന പ്രോസസ്സാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണെന്നറിയടാ? ഹ്യൂമൻ ബോഡിയിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലുള്ള ട്രാൻസ്പോർട്ടേഷനാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലെത്തിയില്ലേ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? നമുക്കറിയാം, ഗുഡ്സൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലോറിയിലും മറ്റു വാഹനങ്ങളിലും പല ചരക്കുകളൊക്കെ ഇങ്ങനെ ഗുഡ്സ് തന്ന സാധനങ്ങൾ എന്താ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ലൈഫ് പ്രോസസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിലും അതേപോലെ പലതും എന്താണ് പല സ്ഥലത്തേക്കും കൊണ്ടുവരേണ്ടിയൊക്കെ വരും. അങ്ങനെ ഹ്യൂമൻ ബീങ്ങിലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്, പ്ലാന്റ്സിലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്, മറ്റു ജീവികളിലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അത് ശരിക്കും എന്താണേക്കും, എങ്ങനെയാണ് നടക്കുക അല്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആക്ച്വലി transportation is the process of movement of water and other molecule to the concerned part of the organism. നമ്മളെ ഒരു ജീവിൻ്റെ കൺസേൺ പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അതിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് വാട്ടറോ അല്ലെങ്കിൽ മറ്റു മോളിക്യൂൾസോ എന്തെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കറിയാം ഹ്യൂമൻ ബീങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യണം, പിന്നെന്താ വേസ്റ്റ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചതാണ്. പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു മീഡിയം വേണം. സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ വെഹിക്കിൾ വേണമെന്ന് മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം വേണം ട്രാൻസ്പോർട്ടേഷന്. ആ മീഡിയമാണ് എന്ത്? നമ്മളെ ബോഡിയിലുള്ള ബ്ലഡിൻ്റെ പ്രത്യേകത എന്താണ്?
ബ്ലഡ് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കും. അതൊരു ലിക്വിഡ് മീഡിയമാണ്. അപ്പോൾ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ 9th പഠിച്ചതാ. നമുക്ക് അധികം നേരം എന്ത് ചെയ്യേണ്ട, ടൈം വേസ്റ്റ് ആക്കാനൊന്നുമില്ല ബ്ലഡിൻ്റെ മുകളിൽ അല്ലേ. ബ്ലഡ് എന്താണ്, ഒരു ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് എന്താണ്, ഒരു ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡിൻ്റെ പ്രത്യേകത എന്താണ്, ബ്ലഡ് 55% ബ്ലഡ് പ്ലാസ്മയാണ്, പിന്നെന്താണ് 45% ബ്ലഡ് അതർ ഫോംഡ് എലമെന്റ്സ് ആണ്. അപ്പോൾ ബ്ലഡ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ, ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് അല്ലേ, ഒരു സ്ട്രോ കളേർഡ് ലിക്വിഡ് ആണ് ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മ 55%. കോമ്പോസിഷൻ പറയുകയാണെങ്കിൽ ബ്ലഡിൻ്റെ 55% എന്താണ്, ബ്ലഡ് പ്ലാസ്മ ആണ്. 45% എന്താണ്, ഫോംഡ് എലമെന്റ്സ് ആണ്. എന്താണ് ഫോംഡ് എലമെന്റ്സ്? ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ മിസ് വേഗം പറഞ്ഞുതരാം. ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസും കുറച്ച് പ്ലേറ്റ്ലെറ്റ്സും. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സാധനമാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്, WBC, RBC. ഇവരുടെ പ്രത്യേകത എന്താണ്, ഈ WBC എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി, ഡിഫെൻസ് ആണ്, ബോഡിയിൽ ഡിഫെൻസിന് ആണ് ഏറ്റവും വലിയ ഡ്യൂട്ടി WBCൻ്റെ. RBCൻ്റെ പ്രത്യേകത എന്താണ്, RBC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ, വൈറ്റ് ബ്ലഡ് സെൽ. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. മിസ്സിന് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കേണ്ട. RBC എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്, 2 പാർട്ടാണ്, ഹീം പാർട്ടും പിന്നെന്താണ് ഒരു ഹീം പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അയൺ പാർട്ട്, ഒരു പ്രോട്ടീൻ പാർട്ടും. ഹീം പാർട്ടും പ്രോട്ടീൻ പാർട്ടുമാണ് ഉള്ളത്. അപ്പം ഈ ഹീം പാർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിനൊരു ഭയങ്കര അഫിനിറ്റിയാണ്. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം, ഒരു അടുപ്പം. ആരോട്, ഓക്സിജനോട്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും, ഓക്സിജനോടും കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡിനോടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്സിജൻ നമ്മളെ ബോഡിയിൽ കണ്ടു കഴിഞ്ഞാൽ ബൈൻഡ് ചെയ്തിട്ട് വേഗം ബ്ലഡിൽ ഡിസോൾവ് ആയില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു, ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കലാണ് ഈ ഹീമോഗ്ലോബിൻ്റെ പണി. RBCയിലുള്ള ഹീമോഗ്ലോബിൻ്റെ പണി. ഒരു പിഗ്മെൻ്റ് ആണ് കേട്ടോ. ഒരു ഹീം പാർട്ടുണ്ട്, ഹീം പാർട്ടുണ്ട്, പിന്നെന്താണ് അതിന് അയൺ പാർട്ട് എന്നാ പറയാം. ഒരു ഗ്ലോബിൻ, ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്, ഒരു പ്രോട്ടീൻ പാർട്ടുണ്ട്. ഇതെന്താണ്, HB എന്ന് പറയും. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിഗ്മെന്റ് RBCയിലുണ്ട്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്നത് അതാണ്. അതിന് 2 പാർട്ട് ഉണ്ട്, ഹീം പാർട്ടും ഒരു ഗ്ലോബിൻ പാർട്ടും. ഹീം പാർട്ട് എന്ന് പറഞ്ഞാൽ അയൺ പാർട്ട്, ഒരു ഗ്ലോബിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ പാർട്ട്. ഇതെന്താണ്, ഇത് ബേസിക് ആയിട്ടുള്ള ബ്ലഡിൻ്റെ കാര്യങ്ങൾ വെറുതെ മിസ് പറഞ്ഞതാണ്. ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. ബ്ലഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജനും ന്യൂട്രിയൻസും കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയലും ഒക്കെ എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്രയേ നമ്മൾ മനസ്സിലാക്കണ്ടു. ഇനി ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കൂടിയിട്ട് എന്താണ്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്കിപ്പോൾ നമുക്കറിയാം, നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമ്മളതിൽ എന്തുണ്ട്, വെള്ളമുണ്ട്. പിന്നെ നമുക്ക് എന്താണ് പ്ലംബിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ അല്ലേ. പ്ലംബിങ് ഉണ്ട്, നല്ല എല്ലായിടത്തും കുഴലൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിണറിൽ നിറയെ വെള്ളമുണ്ട്. ആ വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ വീടിൻ്റെ റൂഫ് ടോപ്പിലുള്ള ടാങ്കിലേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കും, റൂഫ് ടോപ്പിൽ എത്തിക്കണം, ടാങ്കിൽ എത്തിക്കണം. എങ്ങനെ എത്തിക്കും, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമ്മളെന്ത് ചെയ്യും, മോട്ടർ സ്വിച്ച് അങ്ങോട്ട് ഇടും. മോട്ടറിൻ്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ്, ആ പ്രഷറിൽ അങ്ങോട്ട് വെള്ളം കയറിയിട്ട് ടാങ്കിൽ അങ്ങോട്ട് എത്തും. ഇവിടെ നമ്മളെ ബോഡിയിലുള്ള ട്രാൻസ്പോർട്ടേഷനിൽ സഹായിക്കുന്ന ഏറ്റവും വലിയ മോട്ടർ ഏതാണ്, നിങ്ങൾ പറ. നമ്മളെ ബോഡിയിലെ മോട്ടർ ഏതാടാ? ആ മോട്ടറാണ്, യെസ്, ഇറ്റ്സ് നോട്ട് അതർ ദാൻ ഹാർട്ട്. ഹാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്കൊരാളോട് ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ, ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ചെപ്പ് അല്ലേ, നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു അറ. ആ അറയുടെ പ്രത്യേകത എന്താ, ഹൃദയത്തിൽ സൂക്ഷിക്കാം ഈ വാക്കുകൾ. കേട്ടിട്ടുണ്ടോ? ഹൃദയരാഗങ്ങൾ എന്ന് വെറുതെ ഒന്ന് അടിച്ചു നോക്കൂ. അമ്മയും അച്ഛനും കാണണ്ടേ, ഹലീബി ബാബ എന്താ പഠിപ്പിക്കുന്നത് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ലടാ, ഇതൊരു അഡോളസൻസ് അല്ലേ. അഡോളസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഡോളസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വളരെയാണ്. ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. കുട്ടിയുമല്ല എന്നാൽ അഡൾട്ടും അല്ല, ചൈൽഡും അല്ല അഡൾട്ടും അല്ല. ഈ ട്രാൻസിഷൻ പീരീഡ് നിങ്ങൾക്ക് എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഹോർമോണൽ ചേഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ തോന്നിത്തുടങ്ങും. അത് വെറും ഇൻഫാക്ച്വേഷൻ ആണ്, ഫോർ ദ ടൈം ബീങ്, കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അതിൽ നിങ്ങൾ വീണ് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹാർട്ടാണ് നമ്മളുടെ ഇവിടെയുള്ള പമ്പ്. ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻ ഹാർട്ടാണ്. നമ്മൾ അനിമൽസിൽ നടക്കുന്ന ട്രാൻസ്പോർട്ടേഷന് നമ്മൾ പറയുന്നത് എന്താ അറിയോ,
സർക്കുലേഷൻ എന്നാ പറയാം. ഈ സർക്കുലേഷന് ഒരു പ്രഷർ വേണ്ടേ, ഈ പ്രഷർ ചെലുത്തി ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഓർഗനാണ് ഹാർട്ട്. ഹാർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെസ്റ്റിൽ ഇങ്ങനെ സെൻറ്ററിൽ സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവാർഡ്സ് ലെഫ്റ്റിലേക്കായിട്ട് ഒരു ഫിസ്റ്റിൻ്റെ ഷേപ്പിലുള്ള ഹാർട്ട്. ഈ ഹാർട്ടിൻ്റെ പ്രത്യേകത മിസ് പറഞ്ഞുതരാം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ് കേട്ടോ പറയുന്നത്. ലൈഫ് പ്രോസസ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മിസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ ഹാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഹാർട്ട് ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ വരച്ചാലും ഹാർട്ട് ആവൂടാ, ആണോ? ഇങ്ങനെ വരച്ച കഴിഞ്ഞിക്കാണെങ്കിലും എന്ത് ആവും? ഒരു വിധത്തിൽ മിസ് ഹാർട്ട് ആക്കി എടുക്കും. മിസ്സിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ വരയ്ക്കും. പക്ഷെ ഇപ്പം മിസ് എന്ത് ചെയ്യാണ്? വേണ്ട എന്ന് വെച്ചിട്ടാണ്. വേണ്ട, എൻ്റെ കഴിവ് നിങ്ങൾ എടുപ്പിക്കരുത് പുറത്ത്. ഓക്കെ, അപ്പം നമുക്ക് എന്താക്കാം, അപ്പം തൽക്കാലം ഇങ്ങനെ മതി. ഓക്കെ, ഇപ്പം നമ്മളിലെ ഹാർട്ട് ഉണ്ട്. ഈ ഹാർട്ടിന് എന്താണ്, എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട്. എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട്. ഇതേതാണ്? ലെഫ്റ്റ് ഏട്രിയം. ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ എന്താ പറയുക, ഓറിക്കുലാർ ചേമ്പർ. എന്താ പറയുക? ഓറിക്കിൾ. ഇതെന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഇവിടെ എന്താണ്? റൈറ്റ് ഏട്രിയം. എന്താണ്? റൈറ്റ് ഏട്രിയം. ഇവിടെ എന്താണ്? റൈറ്റ് വെൻട്രിക്കിൾ. ഇവിടെ എന്താണ്? റൈറ്റ് വെൻട്രിക്കിൾ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 ചേമ്പറാണ്. നമ്മളുടെ ഈ 4 ചേമ്പറിലും എങ്ങനെയാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇതെങ്ങനെയാണ് പമ്പിങ് മെഷീനായിട്ട് ആക്ട് ചെയ്യണത് നോക്കാം. അതായത് നമ്മളെ ബോഡിയിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉണ്ട്, ഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്. അതായത് ഓക്സിജൻ ഉള്ള ബ്ലഡും നമ്മളെ ബോഡിയിലൂടെ കടന്നു പോകുന്നുണ്ട്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡും കടന്നു പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്സിജൻ ഉള്ള ബ്ലഡ് നമ്മളെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും വേണം. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഡിഫറെൻറ്റ് പാർട്സ് ഓക്സിജൻ വലിച്ചെടുത്തിട്ട് അത് ബയോകെമിക്കൽ റിയാക്ഷന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ വേസ്റ്റ് മെറ്റബോളിക് റിയാക്ഷൻസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് റിലീസ് ചെയ്തിട്ട് ഡീഓക്സിജനേറ്റഡ് ആക്കും, ബ്ലഡിനെ ഇംപ്യൂർ ബ്ലഡ് ആക്കും. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ വീണ്ടും ഹാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെയാണ് ലങ്സിലേക്ക് അതിനെ ശുദ്ധീകരിക്കാൻ കൊണ്ടുപോവുക. ഈ പാത്വേ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ പാത്വേക്ക് ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരെന്താ അറിയടാ? ഡബിൾ സർക്കുലേഷൻ. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഡബിൾ സർക്കുലേഷൻ. ഈ ഡബിൾ സർക്കുലേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള സംഭവം. എന്തുകൊണ്ടാണ് ഇത് ഡബിൾ സർക്കുലേഷൻ ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡി, അതായത് മാമൽസിലും ബേർഡ്സിലും 4 ചേമ്പർ ഹാർട്ടാണ്. റെപ്റ്റൈൽസിലും ആംഫിബിയൻസിലും ഒക്കെ എന്താണ്? 3 ചേമ്പേർഡ് ഹാർട്ടാണ്. ഫിഷസിനൊക്കെ എങ്ങനെയാണ്? 2 ചേമ്പേർഡ് ഹാർട്ടാണ്. അതായത് നമ്മളുടെ പ്രത്യേകത, നമ്മൾ വാം ബ്ലഡഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. വാം ബ്ലഡഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, നമ്മളെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം, 37 ഡിഗ്രി ആക്കി വെക്കണം. അതായത് മറ്റുള്ളവരെന്താണ്? കോൾഡ് ബ്ലഡഡ് ആണ്. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അവരുടെ എന്താണ് ബോഡി ടെമ്പറേച്ചർ മാറ്റാം. നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് എപ്പോഴും ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ടെമ്പറേച്ചർ 37 ഡിഗ്രി എന്നുള്ള ഈ ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് എപ്പോഴും പ്യുവർ ബ്ലഡ് വേണം. അപ്പോൾ നമ്മളുടെ പ്യുവർ ബ്ലഡും ഇംപ്യുവർ ബ്ലഡും മിക്സ് ആവരുത്. അതിനുവേണ്ടി നമുക്ക് വ്യക്തമായിട്ട് 4 ചേമ്പറുള്ള ഹാർട്ട് നമുക്ക് തന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 4 ചേമ്പറിലൂടെ എങ്ങനെയാണ് ബ്ലഡ് പാസ് ചെയ്യുന്നത് എന്നുള്ള പാത്വേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡബിൾ സർക്കുലേഷൻ കഴിഞ്ഞു. സെറ്റാണോ? ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്തുണ്ട്? കുറച്ച് പ്യുവർ ബ്ലഡ് ഉണ്ട്. ഈ പ്യുവർ ബ്ലഡ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? ലങ്സ് നിന്നാണ് വരുന്നത്. ലങ്സിൽ നിന്നും ഓക്സിജൻ കൊടുത്തിട്ട് ഓക്സിജൻ മിക്സ് ആയിട്ടുള്ള പ്യുവർ ബ്ലഡ് ലങ്സിൽ നിന്നും എങ്ങോട്ടാണ് വരിക? പ്യുവർ ബ്ലഡ് ലങ്സിൽ നിന്നും എങ്ങോട്ടാണ് വരുന്നത് ഡിയേഴ്സ്? വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. പ്യുവർ ബ്ലഡ് ലങ്സിൽ നിന്നും വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. സെറ്റാണോ? പ്യുവർ ബ്ലഡ് ഫസ്റ്റ് ഉണ്ടാവുക ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും പിന്നീട് ഈ പ്യുവർ ബ്ലഡ് എങ്ങോട്ട് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുമ്പോൾ ഇവരുടെ ഫ്ലോ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ഒരു വാൾവ് ഉണ്ടാവും. ആ വാൾവിനെ നമ്മൾ പറയുന്ന പേരാണ് ബൈകസ്പിഡ് വാൾവ്. എന്താണ്? ബൈകസ്പിഡ് വാൾവ്. ബൈകസ്പിഡ് വാൾവ് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ ഹാർട്ടാണ്. ഇവിടെ ഇങ്ങനെ കസ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊജക്ഷൻസ് ആണ്. ഇങ്ങനെ 2 ബൈകസ്പിഡ് വാൾവ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെന്താണ്? വാൾവ് എപ്പോഴും റെഗുലേറ്റ് ചെയ്യും, എൻട്രി റെഗുലേറ്റ് ചെയ്യും. അതായത് ഓടി ബ്ലഡിന് അങ്ങോട്ട് എന്താണ് അടുത്ത ചേമ്പറിലേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്താ?
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര പ്രഷറിൽ ഫുൾ പ്രഷറിലാണ് മേലത്തെ അറയുന്നു താഴത്തെ അറയിലേക്ക് ബ്ലഡ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താഴത്തെ അറൻ്റെ ഭിത്തി കണ്ടോ, വോള് കണ്ടോ, ഈ വെൻട്രിക്കിളിൻ്റെ ഈ വോള് കണ്ടോ, ഈ വോള് തിക്നെസ് കൂടുതലാണ് കണ്ടോ. തിക്നെസ് കൂട്ടി ഉണ്ടാക്കിയത് എന്തിനാണ്? നമ്മളുടെ ഈ ഹാർട്ടിൻ്റെ ലോവർ ചേംബറിലെ വോളിൻ്റെ തിക്നെസ് കൂടുതലാണ്. കാരണം ഇവിടെ നിന്നും ബ്ലഡ് വരുമ്പോൾ എപ്പോഴും പ്രഷർ ഉണ്ടാവും. ഈ പ്രഷറിൽ ഈ വോള് പൊട്ടിപ്പോവും. അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോവർ ചേംബറിൻ്റെ വോളിന് തിക്നെസ് കൂടുതൽ. അപ്പം എന്താണ്, ആ പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ എന്തുകൂടി ഉണ്ട്? ഇവിടെ ഒരു ബൈകസ്പിഡ് വാൾവും കൂടെ ഉണ്ട്. അത്രയും മനസ്സിലായല്ലോ. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡ് എങ്ങോട്ടാ പോവാ? ആർട്ടറി വഴി. ഇമാജിൻ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തിയ ബ്ലഡ് ആർട്ടറി വഴി എങ്ങോട്ട് പോവും? ബോഡി പാർട്സിലേക്ക് പോവും. എന്ത് വഴിയാ പോണത്? ആർട്ടറി വഴിയാ പോണത്. അതെന്താ ആർട്ടറിൻ്റെ പ്രത്യേകത? ആർട്ടറിയാണ് പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ആർട്ടറിയാണ്. മനസ്സിലായല്ലോ. പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ആർട്ടറീസ് ആണ്. ഇനി എല്ലാ ബോഡി പാർട്ടിൽ നിന്നും ഇംപ്യുവർ ബ്ലഡ് കിട്ടുമല്ലോ. ഈ എല്ലാ ബോഡി പാർട്ടിൽ നിന്നും ഇംപ്യുവർ ബ്ലഡ് എടുക്കുന്നത് ആരാണ്? വെയിനാണ്. ഓക്കെ, വെയിനാണ് എന്ത് ചെയ്യുന്നത്? ഇംപ്യുവർ ബ്ലഡ് കൊണ്ടുവരുന്നത്. മറ്റ് ബോഡി പാർട്സിൽ നിന്ന് ഇംപ്യുവർ ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? വെയിനാണ്. ഈ വെയിൻ്റെ പ്രത്യേകത എന്താണ്? ഈ വെയിന് എങ്ങോട്ടാ കൊടുക്കുക? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് ഇംപ്യുവർ ബ്ലഡ് കൊടുക്കുക. ലെഫ്റ്റിൽ പ്യുവർ ആയിരുന്നു, ഇപ്പോൾ റൈറ്റിലാണ് പ്യുവർ. ലെഫ്റ്റിൽ പ്യുവർ, റൈറ്റിൽ ഇംപ്യുവർ. ഇംപ്യുവർ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വാൾവ് ഉണ്ട്. ഈ വാൾവ് എന്ത് ചെയ്യും? അതിൻ്റെ ഇങ്ങോട്ടുള്ള എൻട്രി റെഗുലേറ്റ് ചെയ്യും. ആ വാൾവിൻ്റെ പേരെന്താണ്? ട്രൈകസ്പിഡ് വാൾവ്. എന്താണ്? ട്രൈകസ്പിഡ് വാൾവ്. മനസ്സിലായോ? 3 കസ്പ് ഉണ്ടാവും. 1 2 3. എന്നിട്ട് ഈ ബ്ലഡ് എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒരു കുഴൽ അതിനെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ട്, ഇത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ, ഇംപ്യുവർ ബ്ലഡ് ആണല്ലോ. ഈ ബ്ലഡിനെ പ്യുവർ ആക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം? ലങ്സിലേക്ക് കൊണ്ടുപോകണം. ആ കൊണ്ടുപോണത് ആരാന്നറിയോ? പൾമണറി ആർട്ടറിയാണ്. ആരാണ് കൊണ്ടുപോണത്? പൾമണറി ആർട്ടറി. ആരാണ് ഈ ബ്ലഡിനെ കൊണ്ടുപോണത്? പൾമണറി ആർട്ടറി എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ഒരേ ഒരു ആർട്ടറിയാണ് ഇംപ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. അതാണ് പൾമണറി ആർട്ടറി. ഈ പൾമണറി ആർട്ടറി വഴി ബ്ലഡ് എങ്ങോട്ടാ പോണത്? ഇംപ്യുവർ ബ്ലഡ്, ഈ അശുദ്ധ രക്തം എങ്ങോട്ടാ പോണത്? ഇത് പോകുന്നത് ലങ്സിലേക്കാണ്. എങ്ങോട്ടാ പോകുന്നത്? ലങ്സിലേക്കാണ്. ലങ്സിന്നും എന്ത് ചെയ്യും? ഇംപ്യുവർ ബ്ലഡ് കൊടുത്ത് പ്യുവർ ബ്ലഡ് ആക്കി. ഈ പ്യുവർ ബ്ലഡ് ലങ്സിന്നും എങ്ങോട്ടേനും ഫസ്റ്റ് നമ്മൾ പ്യുവർ ബ്ലഡാ തുടങ്ങിയല്ലേ? നമ്മൾ തുടങ്ങിയ ഈ ഫസ്റ്റ് പ്യുവർ ബ്ലഡ് ഈ ലങ്സിന്നും എങ്ങോട്ട് കൊണ്ടുവരണം? ഈ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. അതാരാ കൊണ്ടുവരാം? അതാണ് പൾമണറി വെയിൻ. ആരാ കൊണ്ടുവരാ? പൾമണറി വെയിൻ. ഒരൊറ്റ വെയിനാണ് പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ദാറ്റ് ഇസ് പൾമണറി വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ലങ്സ്. പൾമണറി എപ്പോഴും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലങ്സുമായി ബന്ധപ്പെട്ടതാണ്. പൾമണറി ആർട്ടറി പറഞ്ഞു മിസ്, പൾമണറി വെയിനും പറഞ്ഞു. ഇതാണ് 2 പ്രാവശ്യം നമ്മളെ ബ്ലഡ് ഇതിലേക്ക് കടന്നുപോയി അല്ലേ? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോയി, പിന്നെ ബോഡി പാർട്ടിലേക്ക് പോയി, വീണ്ടും എന്ത് ചെയ്തു? റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലെത്തി, റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു, പിന്നെ എങ്ങോട്ട് പോയി? ലങ്സിലേക്ക് പോയി. എന്നിട്ട് തിരിച്ച് പ്യുവറായിട്ട് തിരിച്ചു വരും. ഈ പ്രോസസ്സ് ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. എന്താ വിളിക്കുക? ഡബിൾ സർക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് പ്രോസസ്സിൽ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആ സീക്വൻസ് ഓർത്തേക്കാം. ലെഫ്റ്റ് ഏട്രിയം, എന്നിട്ട് എങ്ങോട്ട് പോയി? ലെഫ്റ്റ് വെൻട്രിക്കിൾ, എന്നിട്ട് എങ്ങോട്ട് പോയി? ആർട്ടറി വഴി എങ്ങോട്ട് പോയി? ബോഡി പാർട്സിലേക്ക് പോയി അല്ലേ? ഇനി എന്താണ്? ഇതെന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ്.
ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണത്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് വേണ്ടത്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ പ്രത്യേകത എന്താണ്? ബോഡി പാർട്സ് എങ്ങോട്ട് പോവും? വെയിൻ വഴി എങ്ങോട്ടെത്തും? റൈറ്റ് ഏട്രിയത്തിലെത്തും, റൈറ്റ് വെൻട്രിക്കിളിലെത്തും, പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തും, ലങ്സിന്നും പൾമണറി വെയിൻ വഴി ഇതെങ്ങോട്ട് പോവും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും, ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും, ബോഡി പാർട്സിലേക്ക് എത്തും. അണ്ടർസ്റ്റുഡ്? ഈ ഒരു സാധനം പഠിച്ചു വെച്ചാൽ എന്തായി? ഡബിൾ സർക്കുലേഷൻ ആയി. ഗോട്ട് ഇറ്റ്? ഡബിൾ സർക്കുലേഷൻ സെറ്റ് ആണല്ലോ. ആനിമൽസിൽ സർക്കുലേഷൻ ആണെങ്കിൽ പ്ലാന്റ്സിൽ എന്താ നോക്കാം. പ്ലാന്റ്സിൽ നമുക്കറിയാം, പ്ലാന്റ്സിലും എന്തുണ്ട്? ഇതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിനറൽസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ഇസ് ഹാപ്പനിങ്, റൈറ്റ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ എങ്ങനെയാണ് നടക്കുക? അസെന്റ് ഓഫ് സാപ്പ് എന്നാ പറയാം. അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറഞ്ഞാൽ സെൽസിന്റെ ഇടയിലുള്ള വെള്ളം മുകളിലേക്ക് കയറിപ്പോവാ. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് നടക്കുന്നത് ട്രാൻസ്പിരേഷൻ പുള്ള് വഴി. ട്രാൻസ്പിരേഷൻ പുള്ള് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോ ആക്ട് ആണത്. സ്ട്രോ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജ്യൂസ് കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? മേലേന്നും വലിച്ചില്ലേ, താഴേന്നും ഇങ്ങനെ എന്ത് ചെയ്യും? അതിങ്ങനെ വരും. നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് എന്താണ്? അതിങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇങ്ങനെ വരും. ഇസ്ന്റ് ഇറ്റ്? ഫസ്റ്റത്തെ മോളിക്യൂൾ, ഫസ്റ്റത്തെ വാട്ടർ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? നമുക്ക് ഇങ്ങനെ ആ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തല്ലേ വരുന്നത്. എക്സാക്ട്ലി ലൈക്ക് വൈസ് ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ, ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വാട്ടർ മൂവ്മെന്റിന്, പ്ലാന്റ്സിലെ വാട്ടർ മൂവ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? സൈലം വെസൽ വഴി, അല്ലേ? സൈലം വഴി. വേറെ ഫുഡ് ആണെങ്കിലോ, ഫുഡ് ട്രാൻസ്പോർട്ടേഷന് പറയുന്ന പേരെന്താണ്? ദാറ്റ് ഇസ് ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്ലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്ലൊക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഫ്ലോയം. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഫ്രം ലീവ്സ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP. എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ATP. ATP എന്ന് പറഞ്ഞാൽ എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എന്താണ് ATP? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനർജി കറൻസി വിച്ച് സിന്തസൈസിങ് ഇൻ ദ സെൽ. സെല്ലിലുള്ള മൈറ്റോകോൺട്രിയ സിന്തസൈസ് ചെയ്യുന്ന ATP ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? പ്ലാന്റ് ഫുഡ് ട്രാൻസ്ലൊക്കേഷൻ ചെയ്യുക. ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ATP ഉപയോഗിക്കും. അതേ സ്ഥാനത്ത് വാട്ടർ ആണെങ്കിൽ മണ്ണിലുള്ള വെള്ളം ഈ റൂട്ടിലേക്ക് ഓസ്മോട്ടിക് പ്രഷർ വഴിയാണ് കയറുന്നത്. ഈ റൂട്ടിലുള്ള വെള്ളം മുകളിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പിരേഷൻ പുള്ള് എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഇതിപ്പോൾ ലീഫാണെന്ന് വിചാരിക്കുക. ഈ ലീഫിന്റെ മുകളിൽ എന്തുണ്ട്? സ്റ്റൊമാറ്റ ഉണ്ട്. എക്സസ് വാട്ടർ എന്ത് ചെയ്യും? സ്റ്റൊമാറ്റയിലൂടെ എസ്കേപ്പ് ആയി പോയി. ഇനി എന്താക്കും? തൊട്ടടുത്ത മോളിക്യൂൾ ഇങ്ങോട്ട് കയറിക്കും. അപ്പോൾ ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് കയറിക്കും, ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് കയറിക്കും. ഇസ് ഇറ്റ് വിസിബിൾ? അപ്പം എന്താണ്? ലാസ്റ്റ് റൂട്ടിലെത്തും, ലാസ്റ്റ് പ്ലാന്റിന്റെ റൂട്ടിലെത്തും. അപ്പം റൂട്ട് എന്ത് ചെയ്യും? മണ്ണിന്നും വാട്ടറിനെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അങ്ങനെ മിസ് വരച്ചത് വിസിബിൾ ആണല്ലോ, അല്ലേ? മണ്ണിന്നും വാട്ടറിനെ എന്ത് ചെയ്യും? വലിച്ചെടുത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അപ്പോൾ ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ട്രാൻസ്പിരേഷൻ പുൾ. ട്രാൻസ്പിരേഷൻ പുള്ള് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റൊമാറ്റ വഴി വാട്ടർ മോളിക്യൂൾ ഇസ് എസ്കേപ്പിംഗ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലേക്ക് അഡ്ജസ്റ്റന്റ് മോളിക്യൂൾ വിൽ ഗോ ആൻഡ് റീപ്ലേസ്, അല്ലേ? എന്നിട്ട് തൊട്ടടുത്ത മോളിക്യൂൾ കയറി വരും, അങ്ങനെ എന്ത് ചെയ്യും? അപ്പം ലാസ്റ്റ് റൂട്ടിൽ അറ്റത്ത് എന്തുണ്ടാവില്ല? വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ റൂട്ട് എന്ത് ചെയ്യും? മെല്ലെ തൊട്ട് സറൗണ്ടിങ്ങിലുള്ള വെള്ളം ഓസ്മോട്ടിക് പ്രഷർ വഴി മെല്ലെ ഇങ്ങനെ വലിച്ചെടുക്കും. ഓക്കെ, റൂട്ട് പ്രഷർ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ദിസ് ഇസ് അബൌട്ട് വാട്ട്? ട്രാൻസ്പിരേഷൻ ഇൻ പ്ലാന്റ്സ്. ഇനി എന്താണ് നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, ദാറ്റ് ഇസ് excretion. A well-defined excretory system is present in human being. ഹ്യൂമൻ ബീങ്ങിലാണെങ്കിൽ എങ്ങനെയാണ്? ഒരു അടിപൊളി എക്സ്ക്രീറ്ററി സിസ്റ്റം പ്രസന്റ് ആണ് കേട്ടോ. അപ്പോൾ വാട്ട് ഇസ് എക്സ്ക്രീഷൻ? ദ റിമൂവൽ ഓഫ് ദ നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം അവർ ബോഡി. നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽ നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്? 2 കിഡ്നി ഉണ്ട്, യൂറേറ്റർ ഉണ്ട്, യൂറിനറി ബ്ലാഡർ ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ. സി, ആർട്ടറി ഉണ്ട്, റീനൽ വെയിൻ ഉണ്ട്,
ഓക്കെ, ഇനി എന്താണ് നമുക്കിവിടെ എന്തുണ്ട്? ഒരു യൂറിനറി ബ്ലാഡർ ഉണ്ട്, യുറീത്ര ഉണ്ട്, isn't it? നമുക്ക് അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് എക്സ്ക്രീറ്ററി സിസ്റ്റം നമുക്കുണ്ട്. നമ്മളെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള പ്രധാനപ്പെട്ട ഓർഗൻ ഏതാ അറിയോ? കിഡ്നിയാണ്. ഈ കിഡ്നി എന്ന് പറഞ്ഞാൽ നൈട്രോജീനസ് വേസ്റ്റ് എലിമിനേഷൻ ആണ് നമുക്ക് എന്ത് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉള്ളത്. അപ്പോൾ ഒരുപാട് എല്ലാ ഓർഗാനിസത്തിലും എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ എക്സ്ക്രീഷൻ ഓരോ ഓർഗാനിസത്തിലും പല രീതിയിലാണ് നടക്കുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്ങിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുകയാണെങ്കിൽ വി ഹാവ് ബീൻ ഷേപ്ഡ് 2 കിഡ്നീസ്. ഒരു റെഡിഷ് ബ്രൗൺ കളറിൽ ബീൻ ഷേപ്ഡ് 2 കിഡ്നീസ് എവിടെയാണുള്ളത്? മിസ് കാണിച്ച ലൊക്കേഷൻ. അതായത് ഇപ്പം മിസ്സിൻ്റെ ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. മിസ്സിൻ്റെ ഈ പുറം കണ്ടോ? ഇവിടെ നട്ടെല്ല് എന്ന് പറഞ്ഞ ബാക്ക് ബോൺ ഉണ്ട്. ഈ ബാക്ക് ബോണിൻ്റെ രണ്ട് സൈഡ് ബോത്ത് സൈഡ് ഓഫ് എന്താണ് വേർട്ടിബ്രൽ കോളത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട്, അതായത് നമ്മളിവിടെ അബ്ഡോമിനൽ റീജിയൻ അല്ലേ മിസ്സിനെ കാണുന്നുണ്ടോ? മിസ് അബ്ഡോമിനൽ റീജിയൻ അല്ലേ? ഈ അബ്ഡോമിൻ്റെ ബാക്കിലേക്കായിട്ട് ആ ഒരു സൈഡിൽ ഇവിടെയാണ് എന്ത് ഓൺ ഈദർ സൈഡ് ഓഫ് വേർട്ടിബ്രൽ കോളം, നട്ടെല്ലിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് എന്ത് ബീൻ ഷേപ്ഡ് കിഡ്നി ഉള്ളത്. മനസ്സിലായോ? ഈ കിഡ്നീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിൽട്രേഷൻ ആണ് കിഡ്നീൻ്റെ പ്രത്യേകത. അതായത് നമ്മളെ ബ്ലഡിലുള്ള എക്സസ് വാട്ടറും എക്സസ് മിനറൽസും ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഫിൽട്ടർ ചെയ്യൽ ആരാണ്? കിഡ്നിയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ കിഡ്നീൻ്റെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഡ്നീനെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന ആരാറിയോ? കിഡ്നീൻ്റെ ഉള്ളിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. ഈ ഫിൽട്രേഷൻ യൂണിറ്റിന് നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ? ഫിൽട്രേഷൻ യൂണിറ്റ്. ഒരുപാട് ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട് കിഡ്നീൻ്റെ അകത്ത്. എന്താണത്? നെഫ്രോൺ. അപ്പം നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നെഫ്രോണിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചർ, പിന്നെന്താണ് ഇങ്ങനെ ഒരു കുഴൽ കാണാം. ഈ കപ്പിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. എന്നിട്ട് 2 വര ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാവും. ഇഫറൻ്റ് ആർട്ടീരിയോൾ. ഇതെന്താണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇപ്പം നമ്മൾ പറയുന്ന എന്താണ്? നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ എന്താണ് കുഴലുകൾ കാണാൻ പറ്റും. ഈ കുഴലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. എന്താ പറയുക? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഇനി എന്ത് ചെയ്യും? ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വരുന്നത് കാണാം, ഇങ്ങനെ നീളത്തിൽ. ദിസ് ഇസ് നോൺ ആസ് ലൂപ്പ് ഓഫ് ഹെൻലെ. ഇനി എന്താണ്? ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോകും. ദിസ് ഇസ് DCT. എന്നിട്ട് എന്ത് ചെയ്യും? ദിസ് ഇസ് ജോയിനിങ് വിത്ത് വാട്ട്? കളക്റ്റിംഗ് ഡക്റ്റ്. ഇതെന്തുമായിട്ടാ? കളക്റ്റിംഗ് ഡക്റ്റുമായിട്ട്. വാട്ട് ഇസ് ദിസ്? കളക്റ്റിംഗ് ഡക്റ്റ്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 വര ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താണ്? ബ്ലഡ് കാപ്പിലറീസ് ആണ് റണ്ണിങ്. ബ്ലഡ് കാപ്പിലറീസ് ആണ് ലാസ്റ്റ് വരച്ച വര. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ. ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് നെഫ്രോൺ. മില്യൻസ് ഓഫ് നെഫ്രോൺസ് യു ക്യാൻ സീ ഇൻ എ കിഡ്നി. ഒരു സിംഗിൾ കിഡ്നിയിൽ നമുക്ക് കാണാൻ പറ്റും. അൾട്രാ ഫിൽട്രേഷൻ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്ലഡ് കാപ്പിലറിയിൽ ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? റീനൽ ആർട്ടറി വഴി എന്ത് ചെയ്യും? ബ്ലഡ് ഇറങ്ങുന്നത്. റീനൽ ആർട്ടറി വഴി വരുന്ന ബ്ലഡ് ഗ്ലോമറുലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോമറുലസ് എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് എന്താണ് ഇവിടെ ഇങ്ങനെ പോസ് ഉണ്ടാവും. ഈ പോസിലൂടെ എന്ത് ചെയ്യും? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് ഇറങ്ങും. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് എന്ത് ചെയ്യും? ഇത് പ്രോക്സിമൽ PCT വഴി ലൂപ്പ് ഓഫ് ഹെൻലെ വഴി DCTയിലെത്തും. DCTയിലെത്തിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അതിൽ ഫിൽട്രേഷൻ കഴിഞ്ഞത് കളക്റ്റിംഗ് ഡക്റ്റ് വഴി കളക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് യൂറിൻ ഫോർമേഷൻ ഉണ്ടാവുക. യൂറിൻ ഫോർമേഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ഇതിൽ ഇപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ഫിൽട്രേറ്റ്. ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത ഫിൽട്രേറ്റിൽ മിനറൽസ് ഒക്കെ എക്സസ് ഉണ്ടെങ്കിൽ ആ മിനറൽസ് ഒക്കെ എന്ത് ചെയ്യും? വീണ്ടും റീഅബ്സോർബ് ചെയ്യും നെഫ്രോണ്. ഇനി വെള്ളമാണെങ്കിൽ എന്താണ്? റീഅബ്സോർബ് ചെയ്തിട്ട് ആവശ്യത്തിന്, അതായത് 1-1.5 ലിറ്റർ വെള്ളം നമ്മൾ എന്താക്കുന്നുള്ളൂ? പുറത്ത് വിടുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഫിൽട്ടർ ചെയ്യുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളാകെ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്ററാണ് യൂറിന് പാസ് ഔട്ട് ആയിട്ട് പോണത് അല്ലേ? പക്ഷേ ഒരുപാട് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ എക്സ്ട്രാ വാട്ടറും എക്സ്ട്രാ മിനറൽസും റീഅബ്സോർബ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? യൂറിനായി ഫോം ചെയ്തിട്ട്
നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് along with the nitrogenous waste material. And this is all about the excretory system in the case of human being. If the excretory system fails, what will happen? ഈ excretory system എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. നമ്മളുടെ ബ്ലഡിലുള്ള പോയിസൺ മീൻസ് ബ്ലഡിലുള്ള എന്ത് ഇംപ്യൂരിറ്റീസും ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസ് ഫിൽട്ടർ ചെയ്യാനാണ് നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ഉള്ളത്. പക്ഷേ നമ്മളെ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇഫ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ദെൻ വാട്ട് വിൽ ഹാപ്പൻ? കിഡ്നി ഫെയിലിയർ സംഭവിച്ചാൽ അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും എന്തിന്? ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? വാട്ട് ഇസ് ഡയാലിസിസ്? എന്താണ് ഡയാലിസിസ്? ഹീമോഡയാലിസിസ്. ദിസ് ഇസ് ഹീമോഡയാലിസിസ് യൂണിറ്റ്. ഓക്കെ, ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ കിഡ്നി ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താണ്? ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് എന്ത്? ഹീമോഡയാലിസിസ്. ആക്ച്വലി കിഡ്നി ഫെയിലിയർ ലീഡ്സ് ടു ദ accumulation of, just to note down, accumulation of poisonous. That's why ma'am used poison. പോയിസണസ് വേസ്റ്റിന്റെ അക്യുമുലേഷൻ നമ്മളെ ബോഡിയിൽ സംഭവിക്കും. അപ്പോൾ എന്താണ്? ഇൻ ദിസ് കേസ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഇസ് യൂസ്ഡ്. ഇറ്റ് ഇസ് എ ഡിവൈസ് ടു റിമൂവ് നൈട്രോജീനസ് വേസ്റ്റ്. ഇതെന്താണ്? നൈട്രോജീനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ്. ഫ്രം ദ ബ്ലഡ് ത്രൂ ഡയാലിസിസ്. ആർട്ടിഫിഷ്യൽ കിഡ്നീസ് കണ്ടെയ്ൻ മെനി സെമി പെർമിയബിൾ ട്യൂബ്. എന്താണ് ആർട്ടിഫിഷ്യൽ കിഡ്നിയിലുള്ളത്? സെമി പെർമിയബിൾ ട്യൂബ്സ് കാണുന്നുണ്ടോ? ഇതൊക്കെ എന്താണ്? ട്യൂബാണ്. സെമി പെർമിയബിൾ ട്യൂബ്സ് കണ്ടോ? സെമി പെർമിയബിൾ ട്യൂബ്സ് ആർ ദെയർ and see suspended in a tank filled with ഡയാലിസിങ് ഫ്ലൂയിഡ്. ഇങ്ങനെ ഒരു ടാങ്കിലേക്ക് ഇവിടെ എന്താണ്? ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ടാവും. അതിലേക്ക് എന്താണ്? സസ്പെൻഡഡ് ആയിട്ടുള്ള സെമി പെർമിയബിൾ ട്യൂബ്സ് ക്യാൻ ബി സീൻ. ഓക്കെ, ഇറ്റ് ഹാസ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ബട്ട് നോ നൈട്രോജീനസ് വേസ്റ്റ്. വെൻ പേഷ്യൻ്റ് ബ്ലഡ് ഇസ് പാസ്ഡ് ത്രൂ ദ ട്യൂബ്, പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ആ ട്യൂബിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ദ വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഡിഫ്യൂസ് ഇൻ ടു ദ ഡയാലിസിങ് ഫ്ലൂയിഡ്. ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ആവും. കാരണം എങ്ങനെയാണ് ഡിഫ്യൂസ് ആവുന്നത്? ഈ ട്യൂബ് എന്താണ്? ഈ ട്യൂബ് സെമി പെർമിയബിൾ ആണ്. അണ്ടർസ്റ്റുഡ്? സെമി പെർമിയബിൾ ആണ്. വാട്ട് ഇസ് സെമി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ദാറ്റ് ഇസ് ദാറ്റ് എൻട്രി വിച്ച് അലോ ദ എൻട്രി ഓഫ് സിലക്റ്റീവ്ലി പെർമിയബിൾ. ദാറ്റ് മീൻസ് നമ്മൾ സെല്ല് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടില്ലേ, ചിലതിനെ കടത്തിവിടും, ചിലതിനെ കടത്തിവിടില്ല. പ്ലാസ്മ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എക്സാക്ട്ലി ദാറ്റ്. നമ്മളെ ട്യൂബ് എന്താണ്? സെമി പെർമിയബിൾ ആണ്. സെമി പെർമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നൈട്രോജീനസ് വേസ്റ്റ് പ്രോഡക്റ്റിനെ ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദ പ്യൂരിഫൈഡ് ബ്ലഡ് ഇസ് പമ്പ്ഡ് ബാക്ക് ഇൻ ടു ദ പേഷ്യൻറ്റ്. This is similar to the function of kidney, but there is no reabsorption involved. That is the painful thing. Okay, നമ്മളെ കിഡ്നി എന്ത് ചെയ്യും? ഒരുപാടൊന്നും എന്തായില്ല, പുറത്തേക്ക് കളയില്ല. കിഡ്നി ഇങ്ങനെ ചെക്ക് ചെയ്യും എത്ര മിനറൽസ്, എത്ര വെള്ളമാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കിഡ്നി റീഅബ്സോർബ് ചെയ്യും. വീണ്ടും മിസ് പറഞ്ഞില്ല, എക്സസ് ആണ് മിനറൽസ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കിഡ്നി വളരെ കാര്യമായിട്ട് അതിനെ റീഅബ്സോർബ് ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്? റീഅബ്സോർപ്ഷൻ ഒന്നും നടക്കൂല കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് അറിയോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് ഈ എക്സ്ക്രീഷൻ എങ്ങനെയാണ് പ്ലാന്റിൽ നടക്കുന്നത്. പ്ലാന്റിൽ എങ്ങനെയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത് അറിയോ? പ്ലാന്റിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ കുറേ ലീഫിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലീഫ് വിൽറ്റ് ആവൂലേ, വാടൂലേ? വാടിപ്പഴുത്ത് വീഴുമ്പം ലീഫിൻ്റെ കൂടെ എന്ത് ചെയ്യും? അത് താഴെ വീണ് മൺമറിഞ്ഞു പോവും. ഇനി എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഈ റെസിൻസ് അല്ലെങ്കിൽ ഗംസൊക്കെ ആയിട്ട് കിട്ടുന്നില്ലേ? അതായത് നമ്മളുടെ ഈ കറ, പ്ലാന്റിന്റെ ഗമ്മ്, അതിലേക്കൊക്കെ എന്താണ്? അതിലൂടെയൊക്കെ പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എലിമിനേഷൻ ഓഫ് ദ വേസ്റ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ജസ്റ്റ് വെയിറ്റ്. സി, oxygen is formed as a waste product of photosynthesis. In the case of plant, oxygen is formed as a waste product of photosynthesis. Oxygen, carbon dioxide, excess water are removed by transpiration. അത് മിസ് പറഞ്ഞതാണ്. Many other waste products are stored in vacuoles. എവിടെയാണ് വാക്യൂൾ? ലീഫിന്റെ സെല്ലിൻ്റെ അകത്ത് കാണാമല്ലോ നമുക്ക് വാക്യൂൾസ്. നമ്മൾ എന്താ പ്ലാന്റിന്റെ സെല്ലിൻ്റെ അകത്ത്, ഓൾ പ്ലാന്റിന്റെ സെല്ലിൻ്റെ അകത്ത് എന്താണ്? വാക്യൂൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും സെല്ലിൻ്റെ അകത്ത്. പ്ലാന്റ് സെല്ലിൻ്റെ അകത്ത് വാക്യൂൾ, isn't it? ഈ വാക്യൂളിൽ എന്ത് ചെയ്യും? ഈ വേസ്റ്റ് സ്റ്റോർ ചെയ്യും. വേസ്റ്റ് പ്രോഡക്ട്സ് മേ ബി സ്റ്റോർഡ് ഇൻ ലീവ്സ് ദാറ്റ് ഫോൾ ഓഫ്. മിസ് പറഞ്ഞു,
ലീസിൽ സ്റ്റോർ ചെയ്യുന്നത് എന്ത് ചെയ്യും? വിൽട്ട് ചെയ്ത് വാടി കൊഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. സം വേസ്റ്റ് പ്രോഡക്ട്സ് ആർ സ്റ്റോർഡ് ആസ് റെസിൻസ്, ഗംസ് ആൻഡ് എസ്പെഷ്യലി ഇൻ ഓൾഡ് സൈലം. പ്ലാന്റ്സ് ഓൾസോ എക്സ്ക്രീറ്റ് സം വേസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ടു ദ സോയിൽ അറൌണ്ട് ദം. അണ്ടർസ്റ്റുഡ്? And this is the last thing. Okay, before that let me tell you, organ donation is a wonderful process. Saving life is admirable one. എന്താണ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ അറിയോ, ഒരാളെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു പ്രതിഭാസമാണത്. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ ആരെങ്കിലുമൊക്കെ വില്ലിങ് ആണെങ്കിൽ അവരെന്ത് ചെയ്യരുത്, ഒരിക്കലും തടസ്സപ്പെടുത്തരുത് കേട്ടോ, ഒരിക്കലും തടയരുത്, അവരെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ്? അത്രയും പറഞ്ഞ് മിസ് ഇന്ന് ലൈഫ് പ്രോസസ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് ചാപ്റ്റർ വെരി വെൽ ആൻഡ് വി വിൽ മീറ്റ് അഗെയിൻ സൂൺ. താങ്ക് യു സോ മച്ച്.